നമ്മളെങ്കിലും അടിക്കുന്ന കൺവെൻഷനകത്ത് നിവൃത്തി ഉണ്ടെങ്കിൽ എന്തോ വെക്കരുത്. പേര് വെച്ചോ, കുഴപ്പമില്ല, എന്തോ വെക്കരുത്. എന്തിനാണ് ഈ ഫോട്ടോ വെക്കുന്നത്? എൻ്റെ ഫോട്ടോ വെക്കാറുണ്ട്. ഞാൻ അവരോട് പറയും വെക്കണം. അവർ പറയും നിർബന്ധമായിട്ട് പാസ്റ്ററെ എല്ലാവരുടെയും വെക്കും. ഞങ്ങൾ പിന്നെ പാസ്റ്ററെ മാത്രം അത് വെക്കാൻ വെക്കാതെ, അല്ല പിന്നെ അവിടെ കോളം ഗ്യാപ്പിടേണ്ടവർ. അപ്പം പിന്നെ അവരുടെ നിർബന്ധത്തിന് ഞാൻ കൊടുക്കും. പക്ഷേ എനിക്ക് മനസ്സിനകത്ത് യാതൊരു സന്തോഷമില്ലാത്തൊരു കാര്യം, ഞങ്ങൾ നടത്തുന്ന ഒരു കൺവെൻഷനും ഫോട്ടോ വെക്കരുന്നൊരു തീരുമാനം ഞങ്ങൾ കൂടിയെടുത്തു. എന്തിനാണ് ഫോട്ടോ വെക്കുക? നമ്മുടെ ഈഗോയ്ക്കൊരു സന്തോഷം. ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ ഉണ്ട്, ഒരു സന്തോഷമുണ്ട് ഇല്ലേ? ആ സന്തോഷം എവിടെയാണ് നമുക്കുണ്ടാകുന്നത്? നമ്മുടെ ആത്മാവിലാണോ നമ്മുടെ ദേഹിയിലാണോ? ദേഹിയിലുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പം ഒരു കാര്യം ഓർക്കുക, ഈ അവനൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്നവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, ദൂതുണ്ട്. അപ്പോൾ TPM കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ TPM ഉപദേശിമാർ അന്നൊക്കെ പേര് പോലും വെക്കില്ല. അപ്പോൾ ഇവരിങ്ങനെ, ഞാൻ കേട്ടിട്ടുള്ള കാര്യം, ഇത് ഇൻഫർമേഷനാണ്. അവരിങ്ങനെ നിരങ്ങി നിൽക്കുമ്പോൾ ചീഫ് പാസ്റ്ററും ചോദിച്ചു, എൻ്റെ കയ്യിലും ദൂതില്ല, പാസ്റ്ററെ തൻ്റെ ദൂതുണ്ടോ? അപ്പോൾ എല്ലാവരും നോക്കുകയാണ്, എന്തോ ഉണ്ടോ, ദൂതുണ്ടോ? അപ്പോൾ ആരുടെയും എന്തോ ഇല്ല, ദൂതില്ല. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, അവരുടെ അസിസ്റ്റൻ്റ് പാസ്റ്റർമാർ പഠിക്കുന്നവരാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പം കൈരിയൊക്കെ കൊടുത്ത് ഒരാൾ അടുപ്പേ കഞ്ഞി വെക്കുന്നുണ്ട്, അയാളുടെ കൈ വേദവസ്ഥ ഇരിപ്പുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ട്. ഒരു സംശയം, അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ടോയെന്ന്, ദൂതുണ്ടോന്ന്. അപ്പോൾ ഒരാളെ കൊണ്ട് ചോദിച്ചു, സഹോദരാ ദൂതുണ്ടോ? അവൻ പറഞ്ഞ് കിട്ടി. അവൻ്റെ കണ്ണ് കരയുകയാണ്. പിന്നെ അടുപ്പേന്ന് ഈ പുക ഉയർന്നിട്ടല്ല, കൈ വേദവസം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ കത്തുക, ദൂത് കത്തുക. അപ്പം ചീഫ് പാസ്റ്റർ പറഞ്ഞു, നേരെ കയറിക്കോ. കാരണം പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് കൊണ്ടുവരണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, എന്തോ ഉണ്ടാകും, ദൂതുണ്ടാകും. അപ്പം പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ ദൂതുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ രോഗശാന്തി നടത്തും. ഇന്ന് രോഗശാന്തി ശുശ്രൂഷകരുണ്ട്, ഹീലിംഗ് സ്കൂളുകളുണ്ട്, നല്ല കാര്യം. ഒരു പരിധി വരെ ഇതെല്ലാം അങ്ങ് മാനിഫെസ്റ്റേഷൻസ് ആയിപ്പോയി അല്ലേ? ഒരു പരിധി വരെ എന്താ അതിന് പറയുന്നത്, ഒരു ഭയങ്കര പെർഫോമൻസ് ആകിയാണ്. ഒരാളെ കൊണ്ടിരുന്നു, ഈ ഹോസ്പിറ്റലിൽ പോകാൻ എന്തോ ഇല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പോയിരുന്ന് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. 2-3 ദിവസം സൗഖ്യമായിട്ടേ എന്തോ ചെയ്യത്തുള്ളൂ, എഴുന്നേക്കത്തുള്ളൂ. ചിക്കൻ ബോക്സ് വന്നിടത്തും പോയിരുന്നു പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പം നമ്മൾ ചിക്കൻ ബോക്സ് വന്നിടത്തും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഞാനും പോകാറില്ല. ഞാൻ പറയുന്ന റീസൺ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെന്ന്. സത്യത്തിൽ റീസൺ അതൊന്നും അല്ല, എനിക്കെന്തോ പേടിയാണ്. പക്ഷേ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള സുവിശേഷകരെല്ലാം തന്നെ ചിക്കൻ ബോക്സ് വന്നാൽ അവിടെ പോയിരുന്ന് എന്ത് ചെയ്യായിരുന്നു, പ്രാർത്ഥിക്കായിരുന്നു. അവർക്കൊന്നും പിടിച്ചുമില്ല. അതതിൻ്റെ വേറെ രസം. ഇപ്പോൾ ഇതെല്ലാം ഭയങ്കര വിശ്വാസവും പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം ഇൻ്റർലിങ്ക്ഡാണ്. പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥിക്കുന്നവൻ എന്തോ നടത്തും, രോഗസൗഖ്യം നടക്കും. യേശു എന്തോ പഠിപ്പിച്ചില്ല, രോഗശാന്തി ഒന്നും പഠിപ്പിച്ചില്ല. യേശു പഠിപ്പിച്ച ഒറ്റ കാര്യം എന്താണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അല്ലേ? ഞാൻ നിങ്ങളുടെ ശുദ്ധമറ്റ മനസാക്ഷിയെ ഓർപ്പിക്കാൻ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു ദിവസം, ഒരു ക്രൂസൈഡിൽ ഞാൻ നിൽക്കുകയാണ് ഞങ്ങളുടെ സ്ഥലത്ത്. അന്ന് ഈ ക്രൂസൈഡിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ കയറുമ്പം തൊട്ട് എന്തിനെ വഴക്ക് പറയുന്ന അറിയാമോ? ഈ സിസ്റ്റത്തെ വഴക്ക് പറയും. ഇതിങ്ങോട്ട് കൂട്ടിക്ക്. പുറത്തോട്ട് കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫീഡ്ബാക്ക് ഇവർക്ക് അതൊരു സുഖമാണേ. ഈ ഭയങ്കര ഇടി മുഴക്കും. അപ്പം പുള്ളിക്കാരനെ ഈ കയറിയപ്പം തൊട്ട് സിസ്റ്റത്തെ ചീത്ത വിളിക്കുകയാണ്. സിസ്റ്റം ശരിയല്ല, ഇത് സിസ്റ്റം ശരിയല്ല, ഈ സിസ്റ്റം. അവസാനം ഇതൊക്കെ വിളിച്ചു പറയാണ്, എനിക്കിന്ന് ഹീലിങ്ങിലോട്ട് കയറണമെന്നുണ്ട്, പക്ഷേ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ഹീലിങ്ങിലോട്ട് പ്രവേശിക്കുന്നില്ല. നാളെ സിസ്റ്റം ശരിയാക്കൂ, എന്തോ നടക്കും, ഹീലിംഗ് നടക്കും. അപ്പോൾ ഹീലിംഗ് നടക്കണേ എന്തോ വേണം, സിസ്റ്റം വേണം. എന്താ കാര്യം? അത് സത്യമാണ് അങ്ങനെ സംബന്ധിച്ച്. കാരണം എന്നൊക്കെ പറയുമ്പോൾ ഡുണ്ടു ഇങ്ങനെ പോകത്തില്ല, എക്കോ ഒക്കെ ഇട്ട് പോകും. അപ്പോൾ അതിനകത്തൊരു ഒരു മാസ്മരികതയൊക്കെ ഉണ്ടാകും, ഒരു സൈക്കോളജിക്കൽ എഫക്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തോ നടക്കാം. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നതിൽ ഇതൊന്നും അല്ലെങ്കിലും എന്തോ നടക്കും, ഹീലിംഗ് നടക്കും. അപ്പോൾ ഹീലിംഗ് നടക്കാൻ യേശു പഠിപ്പിച്ചില്ല. പക്ഷേ യേശു എന്തോ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഭൂതശാന്തി യേശു പഠിപ്പിച്ചോ? ഇല്ല. പക്ഷേ യേശു എന്തോ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്ക വന്നാൽ എന്തോ പോകും, ഭൂതം പോകും. ഓർത്തോണം, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ എന്തോ പോകും, ഭൂതം. പക്ഷേ ഇന്ന് അപൂർവമാണ് എന്തോ പോകുന്നത്, ഭൂതം. ഒരു ഭൂതം ഇളകിയ നമുക്ക് വലിയ കാണാക്കാഴ്ച പോലെ എല്ലാവരും വന്ന് എത്തി നോക്കും. എന്താണെന്നൊക്കെ കാണാൻ അല്ലേ? ഭയങ്കര രസമാണ്. ഈ ഒരു പരിധി വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇന്ന് ഇളകുന്ന പല ഭൂതങ്ങളും പോകുന്നില്ല, ശാന്തമാകുന്നുണ്ട്. വീണ്ടും അടുത്ത യോഗത്തിന് ഇതേ ഭൂതം എന്തു ചെയ്യും, വീണ്ടും ഇളകും. ശ്രദ്ധിച്ചോണം, ഭയങ്കര കാര്യമാണ്. എന്താ കാര്യം ചോദിച്ചാൽ ഇത് ഇളകുന്നുണ്ട്, പക്ഷേ എന്തോ ചെയ്യുന്നില്ല, പോകുന്നില്ല. എന്താ പോകാത്തതിൻ്റെ കാര്യം? എന്തോ കുറവാണ്, പ്രാർത്ഥന കുറവാണ്. എൻ്റെ ആലയം എന്തെന്നറിയപ്പെടണം,
പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. മനസ്സിലാകുന്നുണ്ടല്ലോ? വളരെ സ്നേഹത്തോടെ ചോദിച്ച്, നമ്മുടെ ഹോളുകളിൽ പാവിരിക്കണമെങ്കിൽ തലേദിവസം എന്തോ ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. കസേര ഇടുന്നവർ അഭിഷേകം പ്രാപിച്ചവരായിരുന്നു. പായിട്ടിട്ട് കസേര ഇട്ടിട്ട് ഓരോ കസേരയിലും പോയി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കൺവെൻഷനൊക്കെ എന്താണ്? ഇവിടെ ഇരിക്കുന്ന ആളെ കർത്താവെ നീ എന്ത് ചെയ്യണം? തൊടണമെന്ന്. പ്രാർത്ഥിച്ച് പായിട്ടു, പ്രാർത്ഥിച്ച് കസേരയിട്ടു. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിച്ച് പായിട്ടു, പ്രാർത്ഥിച്ച് കസേരയിട്ടു. എന്നിട്ട് അവർ തലേദിവസം വന്നിരുന്ന് അവിടെ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? പ്രാർത്ഥനയാണ്. അവൻ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുന്നവൻ്റെ ദൂതുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രസംഗമുണ്ട്, പ്രാർത്ഥിക്കുന്നിടത്ത് രോഗശാന്തിയുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്ക് ഭൂതശാന്തിയുണ്ട്, പ്രാർത്ഥിക്കുന്നിടത്ത് അത്ഭുതമുണ്ട്. അപ്പോൾ ഈ കർത്താവ് എന്തോ പഠിപ്പിക്കുകയാണ്? തിരുഗത പ്രകാരമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ തുറന്നുള്ള വാക്യങ്ങളിൽ കാണും. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അപ്പോൾ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അവരെന്തോ പഠിച്ചോളും. പ്രാർത്ഥിക്കാൻ പഠിക്കും. കാരണം അവർക്കറിയാം പ്രതിസന്ധികളുടെ ആശ്രയമാണ് ഈ പ്രാർത്ഥനയെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിക്കും. എന്നിട്ട് യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ പിതാവ്. എന്താണ് ഈ ഞങ്ങൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എൻ്റെ അല്ല, പിന്നെ ആരുടേതാ? ഞങ്ങളുടേതാണ്. വളരെ സീരിയസ് ആയിട്ട് ഓർക്കണം. ഞാൻ ആ ഇൻട്രൊഡക്ടറി പറഞ്ഞ് ആ തുടമാനമായ ഞാൻ എവിടെ നിർത്തിയോ അവിടേക്ക് അവിടുന്ന് തുടങ്ങുവാനായിട്ട് പോവുകയാണ്. എങ്കിലും നിങ്ങളെ ഒന്ന് ഓർപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുവാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയല്ലേ. ഈ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യേശു എന്തേ പഠിപ്പിച്ചിട്ടുള്ളൂ? പ്രാർത്ഥിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എൻ്റെ പിതാവും ഞങ്ങളുടെ പിതാവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഭയങ്കര ഹാർഡ് കോർ സെൽഫിഷാണ്. ഭയങ്കര സ്വാർത്ഥരാണ് മനുഷ്യൻ, അല്ലേ? സ്വാർത്ഥരാണ്. ഈ നമുക്ക് നേരത്തെ സ്കൂളുകളിലൊക്കെ പോകുന്ന പഠിക്കുമ്പോൾ വീടുകളിൽ ഈ പുസ്തകം നമ്മുടെ പിള്ളേരെ കളയത്തില്ല, സൂക്ഷിച്ച് ഉപയോഗിക്കും. എന്തിനാണെന്നറിയാം സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്? അത് ആർക്ക് പഠിക്കാനുള്ളതാണ്? ഇളയത്തുങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്ത പുസ്തകം പോകും. ഇത് ഇന്ന് പക്ഷേ ആരും പുസ്തകം സൂക്ഷിക്കുമോ? ഇല്ല. എന്തിനാണ് സൂക്ഷിക്കേണ്ടാത്ത കാര്യം? കാരണം അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ പുസ്തകം എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ, മേടിച്ചേ ഒക്കത്തുള്ളൂ. കാരണം എല്ലാ ദിവസവും അതിനകത്ത് വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറയും. ഇതെല്ലാം ഒരു ബിസിനസ് തന്ത്രമാണ്. എന്ത് രൂപ വേണം. പക്ഷെ അങ്ങനെയെല്ലാം സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇവൻ്റെ അകത്തെ എന്താ കുറയുന്നത്? ഞാനെന്ന ചിന്ത കുറഞ്ഞിട്ട് എൻ്റെ അനിയൻ എന്നുള്ള ചിന്തയോട് എന്ത് ചെയ്യുക? വരികയാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത, അവർക്ക് ഈ ചിന്തകളിൽ സ്വാർത്ഥത കൂടുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെക്കാൾ കൂടുതൽ എന്താ ഇരിക്കുന്നത്? ഞാനായിരിക്കും. അപ്പം ഈ ഞാൻ കുറയണം. എന്നിട്ട് ഞങ്ങൾ നമ്മുടെ കേരളമൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാര്യം വിദേശത്തേക്കുള്ള ഒരു കുടിയേറ്റങ്ങളും അതിൻ്റെ യാത്രകളും അതിൻ്റെ ജോലി സാധ്യതകളൊക്കെ തുറന്നതുകൊണ്ടാണ് ഒത്തിരി കേരളം അനുഗ്രഹിക്കപ്പെടാൻ കാര്യം. ഗൾഫ് മലയാളികൾ ഏറെ അനുഗ്രഹിക്കപ്പെട്ടു. വിദേശ മലയാളികൾ ഗൾഫിലേക്കൊക്കെ ആദ്യം പോകാൻ തുടങ്ങിയത് നേഴ്സുമാരായിരുന്നു, അല്ലേ? ആദ്യത്തെ നേഴ്സുമാർ പല വീട്ടിൽ നിന്ന്, എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ നേഴ്സുമാർ പോയി. നേഴ്സുമാർ പോയവരെല്ലാവരും ആദ്യം ഒന്നും അവർ പോയിട്ട് അവർ മൂത്ത ചേച്ചിയാണ് പോയെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ ഒത്തിരി ലേറ്റായി. ആരെ കെട്ടിക്കാനാ? അനിയത്തിമാരെ കെട്ടിച്ച് അവിടെ അനിയത്തിയും കെട്ടിച്ചു. അപ്പം നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇവളെ വെച്ചോണ്ടിരിക്കുക എന്തോ പോലെ. കേട്ടിട്ടില്ലേ? കറവ പശുവിന് പകരം നിർത്തിയേക്കാം. കറവ് പശു എന്ന് പറഞ്ഞാൽ അവൾ പൈസ കൊടുക്കും. അതിന് അവൾ അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ 38 വയസ്സായപ്പോഴാണ് എന്തോ ചെയ്തത്? കെട്ടിയത്. സത്യത്തിൽ അവർ കറവ് പശുവാക്കിയതാണോ? കറവ് പശു പോലെ നിന്നതാ. എന്തിനാണെന്നറിയാമോ? ഒരുത്തങ്ങനെ കല്യാണം കഴിച്ചാൽ 5 പൈസ അവൻ എവിടെ കൊടുക്കാൻ സമ്മതിക്കത്തില്ല, അവിടെ വീട്ടിൽ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അത് മിക്ക ഭർത്താക്കന്മാർക്കും ഭയങ്കര ഈഗോയാണ്, അവർ സമ്മതിക്കത്തില്ല. അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ കൊടുക്കാൻ സമ്മതമുള്ള ഒരുത്തനെ അവൾ ഒരിക്കലും എന്ത് ചെയ്തുമില്ല, കണ്ടുമുട്ടിയില്ല. അനിയത്തിമാരെ എല്ലാം കെട്ടിച്ച് വീടും പണിത് അച്ഛൻ്റെ കാര്യങ്ങളൂടെ ക്രമീകരിച്ചപ്പോഴത്തേന് ഇവർക്ക് 38 വയസ്സ്. ഇവർക്കൊക്കെ ഭയങ്കര നൊമ്പരമാണ്. എന്നിട്ട് ഈ അനിയത്തി മോടെ കല്യാണം വന്നപ്പോൾ ഒരു കാര്യം പോലും ആരോട് പറഞ്ഞില്ല, ചേച്ചിയോട് പറഞ്ഞു. അവർക്ക് ചങ്ക് പൊട്ടിപ്പോ. എന്നാ കാര്യം എന്നറിയാമോ? ഇടി നിന്നെ വളർത്തിയത് ഞാനാ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വർഷം എത്ര കളഞ്ഞു. എന്നിട്ടും പറഞ്ഞില്ല. അതൊക്കെ നൊമ്പരം ഉണ്ടാക്കുന്ന കാര്യം. എന്നിട്ടും അവർ നിന്നത് എന്തിനു വേണ്ടിയാണ്? വീടിന് വേണ്ടി. നമ്മുടെ പല ചേച്ചിമാരും, പഴയ വീടുകളിലെ ചേച്ചിമാരും പലരും മൂത്തത് 8ാം ക്ലാസ് 10ാം ക്ലാസ് നിർത്തി. എന്താ കാര്യം എന്നറിയാം? ആരെ പഠിപ്പിക്കാനാ? ഇളയത്തങ്ങളെ വളർത്തുന്നത് ആരായിരുന്നു? മൂത്തമാരാ. ഇതെന്താ പറ്റുന്നത്? അവർ ജീവിതം ഹോമിക്കുക. അവളെല്ലാം കാണുന്നത് ഞാനല്ല, പിന്നെ ആരാ? ഞങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്താണ്? ഞാനാണ്. ആ ഞാൻ തകർന്നാൽ മാത്രമേ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. അപ്പം പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താ?
ഞാനെന്നുള്ള ചിന്തയാണ്. എന്നിട്ടാണ് ദൈവനാമം ഞങ്ങളുടെ പിതാവെ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നവന് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. തുറന്ന് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം വിശുദ്ധമാകപ്പെടണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. അപ്പം ദൈവ രാജ്യം വരുവാൻ ദൈവ ഇഷ്ടത്തിന് വേണ്ടിയുള്ള സമർപ്പണം, ദൈവത്തിൻ്റെ നാമം എന്താക്കപ്പെടണം, വിശുദ്ധമാക്കപ്പെടണം. മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ എന്ത് നടക്കണം, ഇഷ്ടം നടക്കണം. ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പലപ്പോഴും പ്രവാചകരൊക്കെ എടുക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. എന്തറിയാൻ വേണ്ടിയാണ്? ഇഷ്ടം അറിയാൻ വേണ്ടി അല്ലേ? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്താ? നമുക്ക് ഇഷ്ടം അറിയണം. കർത്താവേ നിൻ്റെ ഹിതം എന്താ? കല്യാണം വരുമ്പോഴോ അല്ലെങ്കിൽ വാഹനം മേടിക്കുമ്പോഴോ ജോലിയുടെ സാധ്യത വരുമ്പോഴോ ഒക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, അല്ലെ പ്രവാചകരോട് ചോദിക്കാറുണ്ട്, ഈ വിഷയത്തിലുള്ള എന്തോ അറിയണം, ദൈവഹിത. അപ്പം ഇവിടെ പറയുന്നു, ദൈവമേ നിൻ്റെ എന്ത് നടക്കണം, ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം. വായിക്കുക, എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടം? 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കർത്തൃമേശ കഴിഞ്ഞ് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ ചുംബനത്തിന് മുമ്പായിട്ട് വായിക്കുന്ന ഭാഗം അല്ലേ? 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ വാക്യം സാധാരണ നമ്മൾ അതിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. 12 മുതൽ വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ എന്തു ചെയ്യണം, അറിയണം. അവരെ അറിയണം. എന്നിട്ട് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ എന്തു ചെയ്യണം, വിചാരിക്കണം. ദൈവദാസന്മാരെ എന്തു ചെയ്യണം, അറിയണം. അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വേദനകളും ഭാരങ്ങളും നമ്മൾ എന്തു ചെയ്യണം, അറിയണം. എന്നിട്ട് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. തമ്മിൽ സമാധാനമായിട്ടിരിക്കണം. അടുത്ത കാര്യം, ക്രമം കെട്ടവരെ എന്തു ചെയ്യണം, ബുദ്ധി ഉപദേശിക്കണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം അല്ലേ? ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. എല്ലാവരുടെയും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും എന്തു ചെയ്യണം, നന്മ ചെയ്യണം. എപ്പോഴും എന്തു ചെയ്യണം, ഏത് അവസരം കിട്ടിയാലും എന്തോ ചെയ്യണം, നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്യരുത്? വേദവസം പഠിപ്പിക്കുന്ന നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത് അല്ലേ? എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നന്മ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഇടയ്ക്ക് പല അനുഭവങ്ങളിലുണ്ടായിട്ടുള്ള ഒരു രസകരമായ അനുഭവം. ഞാനൊരു എരുമേലിയിൽ നിന്ന് രാത്രി വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെ കൊച്ചു കുഞ്ഞുണ്ട്. ഞാൻ ഉറങ്ങാൻ ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടേ. അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് വനം കുറേ ദൂരം വനമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് പോരാ. എൻ്റെ ഒരു ജീപ്പുമാണ്, തുറന്ന ജീപ്പ്. അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് ഞാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു വണ്ടി കുഴി പോയിട്ട് കുറേ പേര് കയറ്റാൻ നടക്കുന്നില്ല. ഒരു പിക്കപ്പ് കുഴി കയറുന്നില്ല. അപ്പം ഞാനിങ്ങനെ മുമ്പോട്ട് പോയിട്ട് എന്നെ ആത്മാവ് സമ്മതിക്കുന്നില്ല. ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ അവിടെ ചെന്നു. ഞാൻ ഒരു പാസ്റ്ററാണ്. ഞാനിങ്ങനെ മുമ്പോട്ട് അങ്ങ് പോയി. പക്ഷേ മനസ്സിലൊരു പ്രയാസം തോന്നിയോണ്ട് തിരിച്ചു വരിക. എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനൊക്കെ ഉടനെ അവർ പറഞ്ഞ് ഈ വണ്ടി വലിച്ചു കയറ്റണമെങ്കിൽ ക്രെയിൻ വരണം, പിക്കപ്പ് വരണം. ഒത്തിരി വിളിച്ചിട്ടുണ്ട്, ഇതുവരെ വരുന്നില്ല. അപ്പോൾ ഈ ജീപ്പ് ആയതുകൊണ്ട് അതിന് 4x4 ഉണ്ട്, വലിച്ചു കയറ്റാം. പക്ഷേ സാധാരണഗതി ജീപ്പിലാരും വലിച്ചു കയറ്റത്തില്ല. കാരണം ഈ ജീപ്പ് ഓടിക്കുന്നവർക്കറിയാം, നമുക്ക് ഈ ജീപ്പ് സ്ഥിരം ഈ നെഞ്ച് പൊട്ടുക എന്നൊക്കെ പറയും. വണ്ടി വലിച്ചു കയറ്റുമ്പോൾ ഈ ജീപ്പിൻ്റെ ജീപ്പിന് വണ്ടിക്ക് വലിച്ചു കയറ്റം നല്ലതാണെങ്കിൽ പോലും എക്സ്ട്രാ ലോഡാണ് വലിച്ചു കയറ്റുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വലിച്ചു കയറ്റും എന്ന് ചോദിച്ചാൽ ഞാനിത് എടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിലൊരു വടം ഉണ്ടായിരുന്നു. ഈ വടം വെച്ചിട്ട് ജീപ്പിനകത്ത് നോക്കിയപ്പോൾ ഒരു നല്ല വടം കിടപ്പുണ്ട്. അത് വെച്ച് ഏതായാലും ഇത് സംഭവം വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ ഇവൻ ചത്തുപോകേണ്ടവനായിരുന്നു. ഈ കുഴിക്കകത്ത് പോയ ഇവനോട് ചോദിച്ചു, നിങ്ങളൊരു പാസ്റ്ററാണ്? ഞാൻ പറഞ്ഞ എന്തിനാ തിരിച്ചു പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്നോട് മനസ്സ് പറഞ്ഞു നിന്നോട് ഇത് സഹായിക്കണം. ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് നേരം സംസാരിക്കാം. പറഞ്ഞു 5 വർഷം മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നു പാസ്റ്ററെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. 5 വർഷമായിട്ട് ഞാൻ മദ്യപാനിയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് മനസ്സിലായി കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അടിച്ചതാ, അതുകൊണ്ടല്ലേ പാസ്റ്റർ ഇപ്പം വന്നത്. ഇവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ അവനോട് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങ് പോന്നായിരുന്നെങ്കിൽ എനിക്ക് അവനെ കാണാൻ ഒക്കുമോ? ഇല്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, മടുത്തു പോകാൻ. നന്മ ചെയ്യുന്നതിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മടുക്കരുത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നന്മ ചെയ്യുന്നവരും എന്തോ ഉണ്ടാകും, മടുത്തു പോകും. ഈ നന്മ നമ്മൾ ചെയ്യാൻ പോയാൽ പറയും അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വേണ്ടാത്ത പുലിവാലെല്ലാം എടുത്ത് എന്ത് ചെയ്യാണ്, തലേ വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വേദപുസ്തകത്തിലെ ഒരാശയവുമല്ല നമ്മുടേത്. നമ്മുടെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ വേണ്ട കാര്യം മാത്രം നോക്കി എന്ത് ചെയ്തോണം, ജീവിച്ചോണം. അങ്ങനെ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ ഒന്നും എന്തോ അല്ല. വേദപുസ്തകം പറയുന്നത് നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്യരുത്, മടുത്തു പോയി. അപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്,
മടുപ്പുണ്ടാവും. അതെപ്പോഴും ഓർത്തോണം. ഈ നന്മ ചെയ്യുന്നവർക്ക് മടുപ്പുണ്ടാകും. കാരണം മടുപ്പിക്കുന്ന തിക്താനുഭവങ്ങളെ എന്തുണ്ടാകത്തുള്ളൂ? തിരിച്ചുണ്ടാകത്തുള്ളൂ, അല്ലേ? തിരിച്ചുണ്ടാകും. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ഒന്നും പ്രതീക്ഷിക്കാതെ, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് പറയുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ പേരാണെന്ത്? അഗാപ്പ എന്ന് പറയുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ ഒക്കത്തുള്ളൂ? നന്മ ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ടൊക്കത്തുള്ളൂ, അല്ലേ? നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കും ഈ നന്മ ചെയ്യുന്ന ഒരു വിളിയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും എല്ലായ്പ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം. ബലഹീനരെ എന്ത് ചെയ്യണം? താങ്ങണം. ബലഹീനരെ ഒടിച്ചു കളയരുത്. ബലഹീനരെ എന്ത് ചെയ്യണം? താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. എന്നിട്ട് എപ്പോഴും നന്മ ചെയ്തുകൊണ്ട്. ഇനി അടുത്ത വാക്യം, എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ ക്രിസ്തുയേശു നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവികത അറിയാൻ ഒരു പ്രവാചകൻ്റെ അടുക്ക പോകേണ്ട. വേദപുസ്തകം ഇപ്പോൾ നമ്മളുള്ള ഇഷ്ടം പറയാം. ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? താങ്ങണം. വേലക്കാരെ എന്ത് ചെയ്യണം? അറിയണം. എന്നിട്ട് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബലഹീനരെ താങ്ങണം. എല്ലാവരോടും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത്, എപ്പോഴും സന്തോഷിക്കണം. പിന്നെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. അടുത്തത്, എല്ലാറ്റിനും സ്തോത്രം. ഒന്നിനെ പറഞ്ഞ്, എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ച് ദൈവം. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താ? ഉൾക്കരത്തില്ലാത്ത ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, എപ്പോഴും സന്തോഷിക്കുക, പിന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് പഠിപ്പിച്ചു, സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എപ്പോഴും എന്ത് ചെയ്യുക? നന്മ ചെയ്യുക, ഉൾക്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ എന്ത് ചെയ്യുക? താങ്ങുക, അല്ലേ? എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കാനുള്ള കൃപ പ്രാപിക്കുക. എല്ലായ്പ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നന്മ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യുക? സന്തോഷിക്കുക. എപ്പോഴും സന്തോഷിക്കാൻ എളുപ്പമാണ്. സന്തോഷം പറഞ്ഞാൽ ചിലൊക്കെ പറയാറുണ്ട്, പക്ഷേ നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറഞ്ഞാൽ മതി. എന്തോ കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യണ്ടേ? സന്തോഷിക്കേണ്ടേ. കാരണം കാണുന്ന ഒന്നും എന്ത് ചെയ്യാനല്ല, സന്തോഷിക്കാനുള്ളതാണ്. അതിൻ്റെ നടുവിലും സന്തോഷിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തുവിലുള്ള സന്തോഷം, അല്ലേ? ക്രിസ്തുവിലുള്ള എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പിൻ. ഇടതടവില്ലാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എന്തിലും എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. ഈ സ്തോത്രം ചെയ്യാൻ കഴിയുമ്പോൾ അതൊരു വലിയ ദേഹിയുടെ മനസ്സാണ്. സ്തോത്രം ചെയ്യുക. ഇതല്ലോ ക്രിസ്തുയേശു നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. അടുത്തൊരു വാക്കൂടെ വായിച്ച് അവിടെ അവസാനിപ്പിക്കാം. ആത്മാവിനെ എന്ത് ചെയ്യരുത്? കെടുത്തരുത്. അപ്പോൾ ആത്മാവിനെ എന്ത് ചെയ്യാം? ആത്മാവ് ഒരു ഫയറിനെ പോലെയാണ്. ആ പിളർന്ന അഗ്നിജ്വാല പോലെ അവരുടെ ഓരോരുത്തരുടെ മേലും എന്ത് ചെയ്തു? പതിഞ്ഞു. അപ്പോൾ ആത്മാവ് എന്താണ്? തീയാണ്. ഈ തീയെ എന്ത് ചെയ്യുക? ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ അങ്ങോട്ട് ഒരു യോഗം നടത്തുന്നു. അപ്പോൾ നമ്മളെ കുറേ പേര് സുവിശേഷ വിരോധികൾ വന്നിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് ചോദിക്കുക, ആ മർദ്ദനമുണ്ടായാൽ ആത്മാവ് കെടുമോ? ആത്മാവ് കത്തുമോ? ആത്മാവ് കത്തുമോ? കെടത്തില്ല. ഇന്ന് വരെ കെട്ടിട്ടില്ല, കെട്ട ചരിത്രവുമില്ല. കെടുവോ? കെടുവോ? ആരെങ്കിലും ഉപദ്രവിച്ചത് കൊണ്ട് നമ്മുടെ ആ ഉപവാസവും പ്രാർത്ഥനയും കുറയുമോ? കൂടും. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സഭ വളരുകയായിരുന്നു, സഭ വളരുകയായിരുന്നു. അപ്പം പുറത്തു നിന്നുള്ള എതിർപ്പ് ആത്മാവിനെ എന്ത് ചെയ്യത്തില്ല? കെടുത്തുവോ? ഇല്ല. പെന്തക്കോസ്തിൻ്റെ ഇപ്പം ഇവിടെ വരികയാണ്, അല്ലേ? ഏതാണ്ട് ശതാബ്ദി ആഘോഷം. ഇവിടെ എല്ലാം ഭയങ്കര പരിപാടിയല്ലേ? അസംബ്ലീസ് ഓഫ് ഗോഡ്. എന്താണ്? 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ മലങ്കരയിൽ ഉണവ് വ്യാപരിച്ചു. ഒത്തിരി അനുഭവങ്ങൾ. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അന്യഭാഷകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്തുതിക്കാൻ തുടങ്ങി. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ കൈകളടിച്ച് അന്യഭാഷ പറയാൻ. ഈ അന്യഭാഷ അന്നും ഇന്നും എല്ലാ ആൾക്കാർക്ക് പ്രശ്നം. കാരണം ആൾക്കാർക്ക് എന്താണെന്ന് എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. നമ്മുടെ അവിടെ ഒരു ഉണർവുണ്ടായതിൻ്റെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ ഒരു കൊച്ചുമകൻ റാന്നി ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹം
പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അവിടെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരെ നോക്കി അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ പുറത്ത് ആൾക്കാർ നോക്കിയപ്പോൾ പെരയ്ക്ക് എന്തോ കത്തുക, തീ കത്തുക, എല്ലാവരും കൂടി ഓടി വന്ന് കെടുത്താൻ. പക്ഷേ അമ്മച്ചി കൊണ്ട് കൂളായിട്ട് ഇറങ്ങി വരുന്നു. ഇവർക്ക് തോന്നി പെരയുടെ മകളിൽ എന്തോ കത്തുകയെന്ന്. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആത്മാവ് എന്ത് ചെയ്തില്ല, കേട്ടോ ഇല്ല. ഞാൻ പലപ്പോഴും പറയും, ഈ നമ്മളെ കളിയാക്കി പെന്തക്കോസി ചേരണം, കപ്പയും മീനും തിന്നണം, പിന്നെ കുറേ ശാരീരിക വാക്കുകളൊക്കെ ഉപയോഗിച്ച് എല്ലാത്തിനെയും കളിയാക്കാനുള്ള കാര്യം എന്തായിരുന്നു? നമ്മുടെ അന്യഭാഷ. പെന്തക്കോസി ചേരണം, കപ്പയും മീനും തിന്നും. അന്ന് ഈ കപ്പയും മീനും തിന്നാൻ കാര്യം, കളിയാക്കാൻ കാര്യം, കപ്പയും നെന്മീനും ഒന്നുമല്ല. നെന്മീനിന്ന് 1000 രൂപ 800 രൂപയൊക്കെയാണ്. ആ മീനല്ല തിന്നത്. പിന്നെ എന്ത് മീനാ? ചാള, വെറും ചാള. അതാർക്കും വേണ്ടാത്ത കൂട്ടിയിട്ടിരിക്കുന്ന ചാളയില്ലേ, 2 രൂപയ്ക്ക് 10, ആ ചാളയാണ് മേടിച്ച് കഴിച്ചത്. അല്ല, നെന്മീൻ മേടിച്ചില്ല കേട്ടോ, നെന്മീൻ മേടിച്ച്. എൻ്റെ പൊന്നെ, നമ്മളിന്ന് ഭയങ്കര ലോകം. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ ആൾക്കാർ നീണ്ടകരയ്ക്ക് പോകും. രാവിലെ 2-3 പേര് ഷെയർ ചെയ്ത് 1 മാസത്തേക്കുള്ള മീൻ ഫ്രഷായിട്ട് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും? പക്ഷേ ഇവനൊന്നും രാവിലെ യോഗത്തിന് വരത്തില്ല. പക്ഷേ വണ്ടി എടുത്ത് എവിടെ പോകും? നീണ്ടകരയ്ക്ക് പോകും, നെന്മീൻ മേടിക്കും. അതുകൊണ്ട് നീണ്ടകര നേരെ മീനിന് കുറവായിരുന്നു. ഇപ്പോൾ റാന്നിക്കാർ പോകാൻ തുടങ്ങിയ പിന്നെ അവിടെ എന്തോ കൂടി, വില കൂടി. അച്ചായന്മാർ ഇന്നും ചോദിക്കുന്ന കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയി. ബാർഗൈനിങ് ഇല്ലല്ലോ. ആ കാര്യമല്ല, വെറും ചാള, കപ്പ. അന്ന് എന്നാ കാര്യം ചോദിച്ചാൽ നമ്മളിത് കഴിക്കാൻ കാര്യം കപ്പയ്ക്ക് എന്തോ ഇല്ലായിരുന്നു, വിലയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, കപ്പയ്ക്ക് എന്തോ ഉണ്ടായി, വിലയുണ്ട്. ഏത് 5 സ്റ്റാർ തട്ടുകട ചെന്നാലും എന്തോ ഉണ്ട്, കപ്പയുണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി അടുത്ത് കണ്ട് പഴയ പോലെ ഉച്ചക്കല്യാണം ഇപ്പം മാറി വരിക. എല്ലാവർക്കും ഈവനിങ് കല്യാണവും അത് കഴിഞ്ഞ് രാത്രിയിൽ എന്തോ ആയി, ഡിന്നറായി. കാരണം നമ്മൾ ഉച്ചയ്ക്ക് നടത്തുന്നത് വണ്ടിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും വണ്ടികളുള്ളതുകൊണ്ട് രാത്രിയിലാണ് പരിപാടി. രാത്രി ബൊഫയാണ്. തട്ട് ലൈവ് ദോശ, ലൈവ് മസാല, ലൈവ് ബിരിയാണി, ഇത് ചപ്പാത്തി, റുമാലി റൊട്ടി, ഇങ്ങനെ നിരന്നിരുന്നിരിക്കും. ഏറ്റവും കൂടുതൽ പിടി ഇതിനൊന്നുമല്ല. എന്തിനാണ്? കപ്പ. എന്തെല്ലാം വെറൈറ്റി എന്നറിയാം. കപ്പ മീൻ, കപ്പ ബീഫ്, കപ്പ പോട്ടി, പിന്നെ കപ്പ വാരി, കപ്പ ബിരിയാണി. ഇതിനാണ് ഏറ്റവും പിടി. ഒറ്റ കാര്യം, കർത്താനദാസൻ പോൾ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ് ഒരു കാര്യം, പെന്തക്കോസ്താനെ വിലയില്ലാഞ്ഞതുകൊണ്ട് അവൻ കപ്പ ഇന്നെങ്കിൽ അവൻ്റെ വില കൂടിയ വഴിയിൽ എന്തിനും വില കൂടി, കപ്പയ്ക്കും വില. 1 കിലോയ്ക്ക് 25 രൂപയും കൊടുത്തൊരു പാട്ടുകൂടെ പാടിയാൽ തരും അല്ലേ? കപ്പയുടെ വില കൂടി. ഇന്ന് കപ്പയ്ക്ക് ഡിമാൻഡ്. കപ്പ മാന്യന്മാരുടെ ഭക്ഷണമായി. കാരണം നമ്മുടെ എന്തോ കൂടി, മാന്യത കൂടി. അന്നൊന്നും നമ്മുടെ ആത്മാവിനെ കെടുത്തിയില്ല. എന്നാൽ എവിടെയാണ് ഈ ആത്മപ്രഭാവം കെടുത്തിയത്? 4 കെട്ടിനകത്ത് ആരാധിച്ചു കൊണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏതെങ്കിലും ഒരുത്തിനെ ആരാധിച്ച അന്ന് വീട്ടിൽ പോയിരുന്ന് കുറ്റം പറയും. ഏതെങ്കിലും ഒരുത്തിനും ശുശ്രൂഷിച്ച 2 പേരിരുന്ന് അത് കണ്ടോ, അത് ദുരാത്മാവാന്ന് പറയാൻ തുടങ്ങി. ശുശ്രൂഷയ്ക്ക് വിധി പറയാൻ തുടങ്ങി. ഈ കുറ്റം പറച്ചൽ അകത്ത് തുടങ്ങിയപ്പോൾ ആത്മാവ് എന്ത് ചെയ്യാൻ തുടങ്ങി? കെടാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള എതിർപ്പുകൾ ആത്മാവിനെ കെടുത്തത്തില്ല. അകത്തുനിന്നുള്ള വിമർശന ശരങ്ങൾ ഉപയോഗിച്ചാണ് ആത്മാവിനെ കെടുത്തിയത്. വചനം പറയുന്നു, ആത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചുമ്മാതിരുന്ന് പത്രത്തിൽ അങ്ങ് എഴുതുക, ഒരു പണിയില്ല. ഇവരെല്ലാം കൂടി എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ അകത്തളങ്ങളിൽ കെട്ടുത്തുന്ന ആത്മീയ ലോകത്തിനകത്ത് ഇതിനെ നിന്നിൽ പകർന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന ആ തലമുറ എഴുന്നേക്കണം. ദൈവത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്യുക. എൻ്റെ ഭാരം മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അല്ലേ പ്രിയമുള്ളവരെ, ആത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുന്ന്. പക്ഷേ ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഹൃദയം നിറഞ്ഞൊന്ന് ശുശ്രൂഷിക്കാൻ ഒക്കുമോ? അതിന് കുറ്റം പറയാൻ ആൾ, അതിന് വിമർശിക്കാൻ ആൾ, പ്രവചനം അത് ശരിയല്ല അതാണോ, അതിനെ കുറ്റം പറയാൻ ആൾ, രോഗശാന്തി ശരിയല്ല അതിനെ കുറ്റം പറയാൻ ആൾ, എല്ലാത്തിനും ആളുണ്ട്, ജ്വലിപ്പിക്കാൻ ആളില്ല. അതുകൊണ്ട് ആത്മവരങ്ങൾ നമ്മുടെ നടുവിൽ കെട്ടുപോകുന്ന ലോകത്ത് വരങ്ങൾ, ഫലങ്ങൾ ഒരുപോലെ എക്സസൈസ് ചെയ്യപ്പെടുന്ന കൂട്ടായ്മകൾ ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചേർന്ന് പറഞ്ഞാട്ട്, ആത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്. ഒന്നുകൂടെ പറഞ്ഞേ, ആത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്. ഒന്നുകൂടെ പറഞ്ഞേ, ആത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്. ആത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്. അടുത്തത്, പ്രവചനം എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. നമ്മളെന്തിനാ, നമുക്ക് വേണ്ടത് നല്ലത് ശോധന ചെയ്ത് എന്ത് ചെയ്തോണം, എടുത്തോണം. എന്ത് ചെയ്യാൻ പോകണ്ട, തുച്ഛീകരിക്കാൻ പോകണ്ട. പ്രവചനം എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. ആത്മാവിനെ കെടുത്തരുത്. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ച് ദൈവ ഇഷ്ടം. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചു, പിതാവേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്ത് നടക്കണം, ഭൂമിയിലും നടക്കണം. തുറന്നങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ,
പ്രവേശിപ്പിക്കരുതേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ള. മത്തായി കാണുന്നു എല്ലാം നിനക്കുള്ളതാണ്. ആമേൻ. തുടർന്നാണ് കർത്താവ് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അർദ്ധരാത്രിയിൽ ആ സ്നേഹിതൻ ഇവിടെ വന്നു അല്ലേ, ആ ഒരു ഭാഗം കാണും. അത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അങ്ങനെ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനിയും ഞാൻ തുടർമാനമായി മുമ്പോട്ട് പോകട്ടെ. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു എന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓ, എവിടെ? നിങ്ങൾ ഓർക്കാത്തതാണ് നമ്മുടെ ജയം. അങ്ങനെ ഓർക്കാത്തതുകൊണ്ടാണ് ഈ പ്രസംഗം ആവർത്തിക്കുന്നത്. ഒരെങ്കിലും വിശ്വാസി വന്ന് പറയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പ്രസംഗിച്ചാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത്. കാരണം ഉപദേശിമാർ മര്യാദയ്ക്ക് പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ വചനം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാകത്തില്ല. ഇത് നമുക്കറിയാം, ഉറപ്പാണ്. ഇവരാരും എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തുമില്ല, ഓർക്കത്തുമില്ല. എന്നാൽ ബെരോവിലെ വിശ്വാസികൾ അവരത് കേട്ടിട്ട് അങ്ങനെ തന്നെയോ എന്നിട്ട് വീട്ടിൽ പോയി എന്തോ ചെയ്തു, പരിശോധിച്ച് പോന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇനി അടിയന്തരമായി പ്രാർത്ഥിക്കാൻ എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ചു, ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരിക. ഈ ദിവസങ്ങൾ എന്നെ കർത്താവ് ഈ തലങ്ങളിൽ എന്നെ ചിന്തിപ്പിക്കുകയും മാറ്റുകയും എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തെ അതിൻ്റെ ഗൗരവമായ തലങ്ങളിലേക്ക് ദൈവാത്മാവ് നയിക്കുകയും ചെയ്യുന്ന ഒരു കാലങ്ങളായതുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നു നെഹമ്യാവിൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നെഹമ്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? സഹോദരന്മാർ ഒരുത്തനായ ഹനാനിയും യഹൂദൻ ചില പുരുഷന്മാരും അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഈ നെഹമ്യാവ് എവിടെ ഇരിക്കുന്നത്? ശൂഷൻ രാജധാനിയിൽ. ശൂഷൻ രാജധാനി ഇരിക്കുക. ഈ അന്ന് നമുക്കറിയാം ഇത് പ്രവാസത്തിൻ്റെ സമയം. ഈ പ്രവാസത്തിൻ്റെ സമയത്ത് ഇസ്രായേൽ മക്കളിൽ നല്ല ചെറുപ്പക്കാരെ ഒത്തിരി പേരെ കൊട്ടാരങ്ങളിലേക്ക് കൊണ്ടുപോയി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്, ദാനിയേൽ തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ. അപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ട് എന്താ കൊണ്ടുപോകാൻ കാര്യം ചോദിച്ചാൽ നല്ല വ്യക്തിപ്രഭാവമുള്ള സുന്ദര കുട്ടപ്പന്മാരായിരുന്നു ആര്? യഹൂദന്മാർ. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെയൊക്കെ സേവകർ അത് പ്രത്യേകം നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ. അപ്പോൾ ആ പേഴ്സണാലിറ്റി ഉള്ളവരെ അവിടെ കൊണ്ടുപോയിട്ട് അതിലൊരാളായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവ് എവിടെ നിൽക്കുന്നു? ശൂഷൻ രാജധാനിയിലെ രാജാവിൻ്റെ ആരാണ്? പാനപാത്രവാഹൻ. എന്താണ് ഈ പാനപാത്രവാഹകൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നെൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നുകൊണ്ട് പറയട്ടെ, രുചിച്ച് നോക്കി രാജാവിന് കൊടുക്കുന്ന ആരുടെ ജോലിയാണ്? അപ്പോൾ ഈ രാജാവിൻ്റെ ജീവൻ ആരുടെ കയ്യിലാണ്? നെഹമ്യാവ്. അതുകൊണ്ട് തന്നെ രാജാവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ആരെ? നെഹമ്യാവ്. ഇവൻ നോക്കി ആരെ കൊല്ലാം? രാജാവിനെ കൊല്ല അല്ലേ. അവനൊരു മനുഷ്യഭാവമാകാൻ തീരുമാനിച്ചു. അയാൾക്കും കൊടുത്ത് അവനും അങ്ങ് ചത്താൽ മതി, പ്രശ്നം തീരും. പക്ഷേ ഈ ലാസ്റ്റ് ആളാണ് നെഹമ്യാവ്. അപ്പം ഭയങ്കര സ്വാധീനമുള്ള ആൾ. അങ്ങനെയുള്ള നെഹമ്യാവ് എവിടെ ഇരിക്കുന്നു? ശൂഷൻ രാജധാനി. ഈ രാജധാനി ഇരിക്കുമ്പോഴാണ് അവൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നു. ആര്? ഹനാനിയും ചില പുരുഷന്മാരും വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ആ വന്നവരോട് ഇവൻ ആദ്യം തിരക്കി എന്തിനെക്കുറിച്ച്? യെരുശലേമിനെക്കുറിച്ചും അവിടുത്തെ തെറ്റിപ്പോയ ഒഴിഞ്ഞുപോയ ശേഷിപ്പിനെക്കുറിച്ചും എന്ത് ചെയ്തു? ചോദിച്ചു. നമ്മൾ ഒരാളെ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണോ താല്പര്യം, ആ താല്പര്യമായിരിക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? തിരക്കുന്നത്. സ്ഥിരം കാണുന്നവരാണെങ്കിൽ ചോദിക്കും ഇപ്പോൾ അവിടെ ഓടുന്ന പടം ഏതാണെന്ന് ചോദിക്കും അല്ലേ. കുടിക്കുന്നവരാണെന്ന് ചോദിക്കും ഇവിടെ അടുത്തെങ്ങാനും എന്താ ഉണ്ടോ, ബാറുണ്ടോ എന്ന് ചോദിക്കും. യെരുശലേമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യെരുശലേമായിരുന്നു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ ഇഷ്ടമുള്ളത് നമ്മൾ എന്ത് ചെയ്യും? തിരക്കും അല്ലേ. ഇഷ്ടമുള്ളത് നമ്മൾ എന്ത് ചെയ്യും? അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ നെഹമ്യാവേ, നിൻ്റെ മനസ്സിലെപ്പോഴും നീ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴും നീ ആരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? യെരുശലേമിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നല്ല ദൈവമക്കൾ കണ്ടാവണം ചോദിക്കും, പാസ്റ്ററെ സഭ എങ്ങനെ പോകുന്നു? സഭയ്ക്ക് എങ്ങനെയുണ്ട്? ആത്മാക്കൾ എന്തോ ചെയ്യുന്നുണ്ടോ? വരുന്നുണ്ടോ? അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ദൈവദാസന്മാർ തമ്മിൽ കണ്ടാൽ ചോദിക്കുന്നത്. കഷ്ടം. ഇന്ന് ദൈവദാസന്മാർ ചെന്നാൽ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന വണ്ടിക്ക് എന്തോ മൈലേജ് ഉണ്ടെന്ന്. അയ്യോ, സത്യമല്ലേ ഞാൻ പറയും? അല്ലെന്ന് പറ. സഭ ചോദിക്കുന്നതിന് മുമ്പ് എന്തോ ചോദിക്കും? മൈലേജ് ചോദിക്കും. കാരണം നമ്മുടെ വലിയ വിഷയമാണെന്ത്? ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം അത് കഴിഞ്ഞിട്ടേ ഉള്ള ആത്മാക്കൾ വല്ലതും വന്നു ചോദിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ മനസ്സ് എവിടെയൊക്കെയോ എന്ത് ചെയ്ത് പോവുകയാണ്, കുടുങ്ങിപ്പോകുക. ഈ പ്രയോറിറ്റി മാറും. ഈ പ്രയോറിറ്റി ഞാൻ ഈ പറഞ്ഞ സത്യമല്ലേ? സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പം പ്രയോറിറ്റി മാറുകയാണ്. ഇവിടെ അവൻ്റെ മനസ്സിൻ്റെ പ്രയോറിറ്റി ആരെക്കുറിച്ചാണ്? യെരുശലേമിനെ കുറിച്ച്. യെരുശലേമിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ മതിലുകളെല്ലാം എന്ത് ചെയ്തു?
പൊളിഞ്ഞു പോയി. പിന്നെ എന്തോ ചുട്ടുപോയി, വാതിലെല്ലാം ചുട്ട് പോയി. ഇത് കേട്ടപ്പോൾ കുറേ ഇരുന്ന് ഞാൻ എന്ത് ചെയ്തു? കരഞ്ഞു. എടാ, ഇതിനകത്ത് എന്താ ഇപ്പം കരയാനിരിക്കുക? പക്ഷേ നെഹമ്യാവ് കരയുക, മതിലിടിഞ്ഞു പോയ. അപ്പം മതിലിടിഞ്ഞു പോയപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തു? കരഞ്ഞു. നെഹമ്യാവ്, നീ എന്തിനാ കരയുന്നത്? നെഹമ്യാവിനെ വിളിച്ചെന്ന് ചോദിച്ചു, മതിൽ പൊളിഞ്ഞാൽ എത്ര ഇത്ര കരയാനുണ്ട്. നമ്മൾ നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ഇന്നിൻ്റെ ലോകം, ഈ ഇന്നിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കിപ്പോൾ ഈ കേരളത്തിനൊരു മതിലുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിനൊരു കൾച്ചറുണ്ട്, കേരളത്തിനൊരു ഒരു കാലാവസ്ഥയുണ്ട്. ഈ കാലാവസ്ഥ ഇന്നിപ്പോൾ പ്രകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും മൺസൂൺ നടക്കുന്നതും വേനലുണ്ടാകുന്നതും എല്ലാം നമുക്കൊരു മതിലുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, പടിഞ്ഞാറ് അറബിക്കടലും കിഴക്കെന്താണ്? സഹ്യ പർവ്വത നിരകളാണ്. ഈ നിരകൾ സഹ്യ പർവ്വത ഒരു മതിലാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, ചേരമാൻ പെരുമാളിൻ്റെ നേതൃത്വത്തിലുള്ള പാണ്ടിപ്പടയൊക്കെ ഇങ്ങോട്ട് വന്നപ്പം വരെ കയറി അങ്ങനെ വന്ന് കേരളത്തെ നശിപ്പിക്കാഞ്ഞത് ഇടയ്ക്ക് എന്തോ ഉള്ളത് കൊണ്ടാണ്. സഹ്യ പർവ്വത നിരകളുണ്ട്. നമ്മൾ ട്രെയിനിൽ വരുമ്പം, ഈ വടക്കേന്ത്യയിൽ പോയിട്ട് വരുമ്പം കോയമ്പത്തൂർ കഴിഞ്ഞ് പാലക്കാട്ടോട്ട് കയറുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡ് കണ്ടിട്ടൊന്നുമല്ല, ആണോ? അല്ല, അതിനു മുമ്പേ നമുക്കറിയാം എവിടെ കയറി, കേരളത്തിൽ കയറി. എന്താ, ഒരു കാറ്റോ ഒരു സുഖമോ ഒക്കെ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കെന്തോ ഉണ്ടായിരുന്നു? ഒരു മതിലുണ്ട്. മതിൽ വലിയൊരു കാര്യം. ബെർലിൻ മതിൽ, ചൈന മതിൽ, പണ്ട് നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ എന്തോ ഉണ്ടായിരുന്നു? മതിലുണ്ട്. ഈ മതിലുണ്ടാകുന്നത് അപ്പുറത്തേത് എങ്ങോട്ട് വരാതിരിക്കാനാണ്? ഇപ്പുറത്ത് വരാതിരിക്കും. ഈ മതിലുള്ളത് കൊണ്ടാണ് എന്തോ ഉള്ളത്? ഒരു കൾച്ചറുള്ളത്, അല്ലേ? കൾച്ചറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയൊക്കെ ഭയങ്കര മതിലാണ്. കാരണം കാതലിക് ചർച്ചിനൊക്കെ അതിൻ്റേതായ എന്തുണ്ട്? ഒരു മതിലുണ്ട്. ഇന്നും അവിടെ ഹോമോസെക്ച്വാലിറ്റി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഡിവോഴ്സിൻ്റെ കല്യാണങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രൊട്ടസ്റ്റൻറ്റുകാർ അംഗീകരിച്ചെങ്കിൽ പോലും ഇന്നും കത്തോലിക്ക സഭ എന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചില്ല. ഭയങ്കര കാര്യങ്ങൾ. ഇവന് ഭ്രൂണഹത്യ പിന്നെ അംഗീകരിച്ചിട്ടില്ല, ദയാവധം അംഗീകരിച്ചിട്ടില്ല. എന്താ കാര്യം? അതിൻ്റേതായ ഒരു തിയോളജിക്കൽ മതിലുകളുണ്ട്. അപ്പോൾ ഈ മതിൽ പൊളിഞ്ഞാൽ പിന്നെ അപ്പുറത്തേതല്ല എവിടെ വരും? ഇപ്പുറത്ത് വരും. നമുക്കറിയാം, നമുക്ക് പണ്ട് മതിലുകളില്ലാത്തൊരു ലോകമായിരുന്നു. സത്യത്തിൽ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ അറിവ് ശരിയാണെന്നാണ് എൻ്റെ ചിന്ത, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ നോക്കുമ്പോൾ കേരളത്തിന് മതിലുകളില്ല. ഇന്നും വടക്കേന്ത്യ പല ഗ്രാമങ്ങളിലോട്ട് പോയാൽ വീടുകൾ തമ്മിൽ എന്തോ ഇല്ല, മതിലില്ല. ഈ മതിൽ പണിയാൻ തുടങ്ങിയത് ഇവിടുത്തെ നായന്മാരല്ല, ആരാ? ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനിയെല്ലാം ഗൾഫിൽ പോയിട്ട് ഇഷ്ടം പോലെ കാശുണ്ടായിട്ട് വീട് വെച്ചു. എന്നിട്ട് വീടിന് ചുറ്റും എന്തോ വെച്ചു? മതിൽ വെച്ചിട്ട് വലിയ ഇരുമ്പ് ഗേറ്റ് ഇട്ടു. എന്നിട്ടൊരു പട്ടിയം വിട്ടു. എന്നിട്ട് പട്ടിയെ അഴിച്ചു വിടും. എന്താണെന്നറിയാം? അമ്മമ്മ ചാടി പോകാതിരിക്കാൻ. അതിനായിട്ട് ഗേറ്റും വേട്ടു, പിള്ളേരെങ്ങോട്ടും പോകരുത്. അതിനാണ് അച്ഛൻ എന്നിട്ട് ആ ഉറപ്പിലാണ് ഗേറ്റും പൂട്ടി എവിടെ പോയിരിക്കുന്നത്? ഗൾഫിൽ പോയിരിക്കുന്നത്. പിള്ളേരും അമ്മാമ്മ എങ്ങും പോകാതിരിക്കാൻ, ആരെയും ചാടാതിരിക്കാൻ പട്ടി അഴിച്ചു വിട്ടു. എന്നിട്ട് എടുക്കടി, നീ സന്ധ്യയാകുമ്പോഴേ ഗേറ്റ് പൂട്ടി പട്ടിയെ എന്ത് ചെയ്തേക്കണം? അന്ന് അഴിച്ചു വിട്ടെന്ന് അറിയുമ്പോഴാണ് പുള്ളിക്ക് അവിടെ എന്തോ വരുന്നത്? സമാധാനമുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊന്നും ഒരു വിഷയമേ അല്ല. പട്ടിയെ ഉറക്കി കിടക്കുന്ന പിള്ളേരല്ലേ അവിടെ പിള്ളേർ. പരിചിതമായി വരുന്ന ആളുടെ മുമ്പിൽ പട്ടി എന്ത് ചെയ്യത്തില്ല? ഒരാൾ സ്ഥിരം വന്നാൽ പട്ടിയെ മിണ്ടത്തില്ല. അതുകൊണ്ടല്ലേ വലിയ പട്ടി കുറച്ചെന്നൊക്കെ കള്ളം കയറുമ്പോൾ ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നത് പട്ടി കുറച്ചില്ലെങ്കിൽ പരിചയമുള്ള കള്ളനായിരിക്കും. പോട്ടെ. പക്ഷേ ഇതിനകത്തൊക്കെ അപ്പോൾ ഈ മതിൽ വേണം. പണ്ട് മതിലല്ല, പിന്നെന്താ? വേലി വെക്കുക. അപ്പോൾ ഈ വേലി പത്തലും. അപ്പോൾ ഈ വഴക്കുണ്ടാകുമ്പം പത്തലൂരി എന്ത് ചെയ്യും? അടിക്കും. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള വേലി. അപ്പം ഈ മതിൽ കെട്ടിയിട്ട് പിണക്കുണ്ടെങ്കിൽ അവിടെ 2 കട്ട എന്ത് ചെയ്യും? കൂടുതൽ വെക്കും. കാരണം അങ്ങോട്ട് ഒരു കാരണവശാലും നോക്കരുത്. അങ്ങനെയൊക്കെയാണ് ഈ മതിലുകളില്ലാത്തൊരു ലോകം. സത്യത്തിൽ മതിലുകളില്ലാത്തൊരു ലോകമായിരുന്നു അന്നത്തെ അയൽവക്ക ബന്ധങ്ങൾക്കെന്നാൽ. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഒരു വഴി പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തേക്കും? ഇട്ടൊക്കെ. എന്തിനാണ് ഈ അന്ന് പത്തല് കൊണ്ട് ഇത് കെട്ടിയത്? പശു കയറാതിരിക്കാം. മനുഷ്യൻ കയറാതിരിക്കാനല്ല, പിന്നെ എന്തോ കയറാതിരിക്കാൻ? പശുവൊക്കെ കയറായി, കൃഷി പോകാതിരിക്കും. എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലായിടത്തും എന്തോ ഉണ്ടായി? മതിലുകളുണ്ടായി. അപ്പോൾ ഈ മതിലുണ്ടാകാൻ കാര്യം സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അന്ന് പല ബന്ധങ്ങളും ഉണ്ടാകുന്ന തന്നെ ഈ ഈ പറയുന്നതുകൊണ്ട് വിഷമം തോന്നില്ല, സത്യമാണ്. ഒത്തിരി കവിതകളൊക്കെ ഉണ്ടായി. വേലിപ്പത്തൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്നുകൊണ്ട് സ്ത്രീ പുരുഷ കൊച്ചു പിള്ളേർ തമ്മിൽ സ്നേഹമുണ്ട്. അയൽവക്കത്തെ ചെറുക്കന് ഇപ്പുറത്തെ പെണ്ണുങ്ങൾ എവിടെ നിൽക്കുന്നത്? വേലിക്ക് അക്കരയ്ക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് അച്ചായൻ അവിടെ എന്തോ വെച്ചത്? മതിൽ വെച്ചത്. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ കെട്ടി സൂക്ഷിക്കാനൊക്കെ ഒക്കത്തില്ല. നിങ്ങൾ എത്ര മതിൽ വെള്ളം വെച്ചോ, അവൻ അവിടെ കയറിയെന്ന് നെറ്റിക്കൂടെ ചാറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എന്തോ ചെയ്യും?
നിങ്ങൾ എന്തോ ചെയ്യും? എന്താ കാര്യം? ഇന്നത്തെ ലോകത്തിന് എന്തോ ഇല്ല, മതിലില്ല. പണ്ട് അമേരിക്കയിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും അത് കടൽ കയറി ഇങ്ങി വരുമ്പോഴത്തേന് അവിടെ ഇതെന്തോ ആകായിരുന്നു, അമേരിക്കയിലെ ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. ഇന്ത്യയിലെ എന്ത് ഫാഷൻ? സത്യമല്ലേ? അവിടുത്തെ ജീൻസ് പോയപ്പോൾ ഇവിടെ എന്തോ ജീൻസ് എന്തായി, ഫാഷനായി. എന്നാലും ഈ അവിടുത്തെ കഴിയുമ്പോഴായിരുന്നു ഇവിടെ എന്തോ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? അല്ല, ഇന്ന് ഭയങ്കര ട്രെൻഡാണ്. ഈ ട്രെൻഡല്ല, അവിടെ അനങ്ങുന്ന ട്രെൻഡ് എവിടെ വരുന്നു? ഇവിടെ വരും. ഈ ട്രെൻഡ് ഇവിടെ വരാൻ കാര്യം എന്തില്ല? മതിലില്ല. ഉണ്ടോ? ഇല്ല. നമ്മളൊന്ന് ഫേസ്ബുക്കിലൊന്ന് വിരൽ മുക്കുക, അനയ്ക്കുക. അതുകൊണ്ടല്ല ഇപ്പം കീ ഓൺ ആക്കണ്ട, അത്രയും പോലും സ്ട്രെയിൻ ചെയ്യണ്ട. എന്തോ മതി, സ്ക്രീനല്ല, എന്താ, ടച്ചാണ്. ഒരപ്പച്ചൻ മോന് വിളിച്ച് പറഞ്ഞിട്ടാ, നീ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ആ തെറ്റിക്കുന്ന ഫോണെ ഒരെണ്ണം കൊണ്ടുവരാം. അപ്പോൾ ഈ ഫോൺ എന്തോ ചെയ്യുന്നതാ, ഈ തെറ്റിക്കുന്ന സാധനം എന്തോ ചെയ്യണം മക്കളെ, ഇത് തെറ്റിക്കും. കാരണം അത് തന്നെ എന്ത് ചെയ്യുന്നതാ, തെറ്റിക്കുക. അതുപോലെ എക്സസൈസ് ഇല്ല, മറ്റേ അങ്ങനെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ഇല്ലായിരുന്നു, അതുമില്ല. അപ്പോൾ ഇങ്ങോട്ട് ഇതെല്ലാം മതിൽ പൊളിഞ്ഞൊരു ലോകമാണ്. ഈ മതിൽ പൊളിഞ്ഞ ലോകത്തിനകത്തുനിന്ന് അപ്പുറത്തതല്ല എവിടെ കയറുന്നു, ഇപ്പുറത്ത് കയറുന്നു. എന്തോ ഇല്ല, മതിലില്ല. അപ്പോൾ ആ കൾച്ചറല്ല എവിടെ കയറി, ഇവിടെ കയറുന്നു. എന്തോ ഇല്ല, മതിലില്ല. ഇതാണ് ആരെ കരയിപ്പിച്ചത്? നെഹമ്യാ അവനെ കരയിപ്പിച്ചത്. ഓർത്ത് നോക്കിയേ, നമുക്ക് മതിൽ കെട്ടാൻ ഒക്കും. നമ്മൾ പറയാണ് പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല, ഒക്കൂ. നാട്ടുകാർ നിർബന്ധിത വിദ്യാഭ്യാസം, വിവരം അറിയും. അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, കേസെടുക്കാം. കാരണം കുഞ്ഞുങ്ങളെ എവിടെ വിടണം? സ്കൂളിൽ വിടണം. ഇനി വിടാതെ അങ്ങ് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ നന്നാവൂ? ഇല്ല. കാരണം മതിലുകളില്ലാത്തല്ലോ. എനിക്ക് വിഷമം തോന്നി. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഞാൻ എൻ്റെ മോന് ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇന്ന് വരെ എണ്ണ പുരട്ടി അങ്ങനെയൊക്കെ ജീവിച്ച്, ഞാൻ എൻ്റെ മോനെ എണ്ണ പുരട്ടി മുടി സൈഡിലോട്ട്, എനിക്ക് വലിയ സന്തോഷം. മുടിയെല്ലാം സൈഡിലോട്ട് കൊച്ചി ഇറക്കാൻ മുടിയൊക്കെ ചീകി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് വിട്ടു. ഏതാണ്ട് ആവശ്യത്തിന് സ്കൂളിൽ ചെന്നപ്പോൾ അവനൊരു സാധനം പുരട്ടി ഇത് മേപ്പോട്ട് വെച്ച്. ഞാനൊന്നും വേണ്ടിയില്ല. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ എങ്ങനെ ഇരിക്കുന്നു, തിരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചേടാ, നീ അവിടെ അത് ഫ്രീക്ക് വീട് ഇതൊക്കെയാണ് ഒറ്റ വിഷയം, ഇങ്ങനെ കിളത്തി വെച്ചേക്ക്. ഇത് തെറ്റാണോ? ഞാൻ പറയുന്നത് തെറ്റാണോ? എനിക്ക് തെറ്റാണോന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് എവിടുന്ന് വരുന്നതാണ്? ഇത് എവിടുന്ന് വരുന്നത്? കാരണം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും TV എല്ലാ ചാനലും ഓപ്പണാണ്. ഇതിനകത്തൂടെ എല്ലാം അവിടുത്തെ സകല സാധനവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിന് എന്തോ ഇല്ല, മതിലില്ല. ഉണ്ടോ? ഇവിടെ നിന്നുകൊണ്ട് ജർമ്മനിലെ മദാമയോട് ചാറ്റ് ചെയ്യാം അല്ലേ? അമേരിക്കയിലെ മദാമയോട് വർത്താനം പറയത്തില്ലേ? പറയാം. അതിനകത്ത് ഇടയ്ക്കൊക്കെ മെസ്സേജ്, ആര് വേണം, സ്റ്റുഡൻറ്റ്, ഹൗസ് വൈഫ്, ഇങ്ങനെ ലിസ്റ്റ് ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതെല്ലാം കണ്ടിട്ട് എന്തോ ഇല്ല, ചുരുക്കത്തിൽ എന്തോ ഇല്ല, മതിലില്ല. എല്ലാം മതിലില്ലാത്തൊരു ലോകമല്ലേ? ഗൗരവമായിട്ട് ഓർത്ത എന്തോ ഇല്ല, മതിലില്ല. സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നുന്നു. മതിലില്ലാത്തൊരു ലോകമല്ല, മതിലില്ലാത്ത ലോകം. ഈ ലോകത്ത് നമുക്ക് എന്തോ ചെയ്യാനൊക്കും? പറ. മതിൽ വേണം. ഞാൻ മോന് സൈക്കിളിൽ പോകും. കഴിഞ്ഞ ദിവസം വീണായിരുന്നു. അപ്പോൾ അവനും പിള്ളേരെല്ലാം കൂടെ ഈ അവധിക്ക് സൈക്കിളിൽ പോകും. ഞാൻ പറയും സൈക്കിളൊക്കെ കയറണം. ഞാനും ഒത്തിരി വീണിട്ടുണ്ട്. ചുമ്മാ വീട്ടിൽ ഇരുത്തിട്ടൊന്നും കാര്യമില്ല. സൈക്കിളൊക്കെ കയറുക, വീഴുക, എഴുന്നേക്കുക, ഒന്നിനെ പഠിക്കട്ടെ. അപ്പോൾ ഇവന്മാർ ഭയങ്കര സ്പീഡാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചാൽ ഞാൻ അമ്മ ആ തോട്ടിൽ കൂടെ ഭയങ്കര സ്പീഡിൽ പോകുന്നു. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്താടാ നിർത്തും? എൻ്റെ കൊച്ചി ഇറങ്ങി ഇങ്ങനെ തുടങ്ങി. നല്ല സന്തോഷമായിട്ട് സൈക്കിൾ ചവിട്ടുന്നതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരുമാതിരി വർത്താനം പറയരുത്. അപ്പോഴത്തേനും ഞാൻ കൈയെടുത്തു. എന്തോ ചെയ്യാനാ? അടിക്കാൻ എന്ന് ഞാൻ പറയത്തില്ല. ഇങ്ങനത്തെ ഒരുമാതിരി വർത്താനം പറയുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അടിക്കാതെ കുളിച്ചിട്ട് പറയാം. പിന്നെ അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് എന്നെ നോക്കിയിട്ട് പറയാം, എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ നിനക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു സിനിമയിലെ ഡയലോഗാണ്. ഞാൻ സിനിമ വെക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. എന്നാലും എന്തോ ഇല്ല, മതിലില്ല. മതിലുണ്ടോ? ഇല്ല. ഈ പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിക്കാമോ? ഇല്ല. ആക്റ്റീവാ ചോദിച്ചാൽ ഉടനെ എന്തോ കൊടുക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കൊട്ടേഷൻ പറഞ്ഞു എന്നൊരു സംശയം പറഞ്ഞു. ആക്റ്റീവാ ചോദിക്കാൻ തുടങ്ങിയാൽ കൊടുക്കാമോ? എൻ്റെ ഒരു കൂട്ടുകാരൻ നോവൽ എഴുതിനകത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു സംശയം. ആക്റ്റീവ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ എന്ത് ചെയ്തിരിക്കണം? കൊടുത്ത്. അങ്ങനെ ആക്റ്റീവ കൊടുത്ത കുട്ടി ആക്റ്റീവ് മോട്ടീവുമാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുട്ടി ഉഴപ്പും എഡ്യൂക്കേഷൻ.
അപ്പോൾ അമ്മയ്ക്ക് ഡിപ്രഷൻ, അച്ചായന് ഇറിറ്റേഷൻ, ലോണിന് ആപ്ലിക്കേഷൻ, മുടങ്ങിയാൽ കൊട്ടേഷൻ. ആകെ പ്രശ്നമാണ്. ചോദിക്കുന്നത് എന്ത് ചെയ്തോണം? കൊടുത്തോണം. എല്ലാം പ്ലസ്സാണ് അല്ലേ? ലൈഫ് ബോയ് പ്ലസ്, പാഷൻ പ്ലസ്, എ പ്ലസ്, ബി കോം പ്ലസ്, എല്ലാം എന്താണ്? പ്ലസ്സാണ്. കുറേ കോംപ്ലക്സ്, മുഴുവൻ എന്താണ്? പ്ലസ്സാണ്. എന്തോ ഇല്ല, മതിലില്ല അല്ലേ? പാത്രം ചോറിൻ്റെ പാത്രം കഴുകി വെക്കുമോ? വെപ്പിക്കണം, പക്ഷേ വെക്കത്തില്ല. കാരണം കൈ എന്താവും? അഴുക്ക. എനിക്കങ്ങ് സങ്കടം തോന്നി. മോളെ പാത്രം കഴുകി വെക്കണം. ഒരു കാര്യം ചെയ്യ്, ചോറുണ്ടാ അപ്പായി, ചോറുണ്ടില്ല കഴുകണ്ടാൻ, ഞാനൊന്നും ഉണ്ണുന്നില്ല. ഞാൻ എന്തോ ചെയ്യും? തല്ലാനൊക്കും? തല്ലിട്ട് കാര്യമുണ്ടോ? ഞാൻ സത്യമായിട്ട് ചോദിക്കുക. ഞാൻ ചോദിക്കും, നിങ്ങൾ ഇത് സത്യമല്ലേ ഞാനീ പറയാൻ? എന്തോ ഇല്ലാത്ത കൊണ്ടാണ്. മതിലില്ല. ഇതിനിടയ്ക്ക് എന്തോ ഉയരണം. മതിൽ വേണമെന്ന്. എരികോ മതിൽ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പൊളിഞ്ഞ മതിലല്ല, പൊളിയാനല്ല, മതിലില്ലെന്നുള്ളതാണ്. കാരണം അങ്ങേപ്പുറത്തെ എല്ലാം ഇങ്ങോട്ടിങ്ങ് വന്ന് കയറുക. ഇത് കയറാതിരിക്കണമെങ്കിൽ നെഹമ്യാവിനെ പോലെ മതിൽ പണിയാൻ ഒരാൾ വേണം. നെഹമ്യാവ് ഇത് കേട്ടിട്ട് കുറേ നാൾ ഇരുന്ന് പത്രത്തിൽ എഴുതിയെന്നല്ല. ഇതെല്ലാ പിള്ളേരും തെറ്റാണ്. എല്ലാ പിള്ളേരും തെറ്റൊന്നുമല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും ഞാൻ ചോദിക്കുക, നിങ്ങൾക്കൊരു B+ അല്ല എന്താ പിന്നെ O നെഗറ്റീവ് ബ്ലഡ് വേണം. അച്ചായ കൊടുക്കുമോ? അമ്മയെ കൊടുക്കുമോ? ഈ നെഗറ്റീവ് ബ്ലഡ് വേണമെങ്കിൽ ആരോട് ചോദിക്കണം? പിള്ളേരോട് ചോദിക്കണം. അവരുടെ വീട്ടിലറിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഞാൻ 10-12 വയസ്സത്തിൽ മേരെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒറ്റ വട്ടം പോലും വീട്ടിലറിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അപ്പനെ ഉപദേശിക്കുക, എന്നാലും സമ്മതിക്കത്തില്ല. മോനെ നീ എന്ത് ചെയ്യരുത്, കൊടുക്കുക. അപ്പോൾ ഈ പിള്ളേരിൽ എന്തോ ഉണ്ട്, ഇന്നും ബാക്കി നിൽക്കുന്ന എന്തോ ഉണ്ട്. നന്മയുണ്ട്, ഒത്തിരി നന്മയുണ്ട്, 1000 നന്മയുണ്ട്. സത്യം പറയാലും നന്മയില്ലേ ഉണ്ട്. 1000 നന്മയുണ്ട്. ബ്ലഡ് വേണം ഇവരോട് ചോദിച്ചു. ഇനി ഒന്നും വേണ്ട, അത്യാവശ്യം ഒരു പിരിവെടുക്കണമെങ്കിൽ ഈ പിള്ളേരാണെങ്കിലും പിന്നെയും അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് കൊടുക്കും. ഭയങ്കര മനസ്സുള്ള നല്ല പിള്ളേർ. പക്ഷേ പ്രശ്നങ്ങൾ നമുക്കാണ്. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഇവരെല്ലാം ജീവിക്കുന്നത് എന്തില്ലാത്ത ലോകത്താണ്. പ്രത്യേകിച്ച് പട്ടണ നിവാസികളെ ഓർക്കുക, എന്തില്ലാത്ത ലോകമാണ്, മതിലില്ലാത്തല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചിന് ഫോൺ കൊടുത്തു വിടാതിരിക്കാൻ നോക്കൂ? ഒരു പ്രായം വരെ കൊടുക്കണ്ട. ഒരു പ്രായം കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ നോക്കൂ? ഒക്കത്തില്ല. ഇത് ഞാൻ നിങ്ങൾ ചോദിക്കുക, നമ്മുടെ വീട്ടിൽ നെറ്റ് കണക്ഷൻ ഇല്ലാതിരിക്കാൻ നോക്കൂ? കാരണം അസൈൻമെൻറ്റ്സ് മുഴുവൻ ചെയ്യണമെങ്കിൽ എന്തോ വേണം? നെറ്റ് വേണം. വേണ്ടേ? ഇവരെല്ലാം ഇത് ചെയ്യുന്ന എന്തില്ല? ഒരു 7ാം ക്ലാസ് തൊട്ട് അവർക്ക് എന്തോ വേണം? കമ്പ്യൂട്ടർ വേണം. വേണം. അപ്പോൾ ഇതില്ലെന്ന് പറയാൻ നോക്കൂ? ഇല്ല. അപ്പോൾ അത് വേണം. എന്താ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനൊക്കും? നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന് എന്തോ ഇല്ല, മതിലില്ല. ഈ മതിലില്ലാതിരുന്നപ്പോഴാണ് നെഹമ്യാവ് ഇത് കേട്ടിട്ട് ഒറ്റ കരച്ചിൽ. കുറേ നാൾ എന്ത് ചെയ്തു? ഇത് കേട്ടിട്ട്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചു, പിന്നെ ഉപവസിച്ചു. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞ എന്തെന്നാൽ, നെഹമ്യാവിരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. എന്താ കാര്യം? കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു. എല്ലാവരും പറഞ്ഞേ, കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു. എന്താ അച്ചായ നീ ഉപവസിക്കുന്നത്? എൻ്റെ കുഞ്ഞ് വളരുന്നത് എന്തില്ലാത്ത ലോകത്താ? മതിലില്ലാത്ത ലോകത്താ. എൻ്റെ പിള്ളേരെല്ലാം പോകുന്നത് മതിലില്ലാത്ത ലോകത്താണ്. അവനും ലോകത്തിനും ഇടയ്ക്ക് കർത്താവേ ഒരു മതിൽ പണിയാൻ പ്രാർത്ഥിക്കാൻ നെഹമ്യാവ് വേണം. ദൂത് മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുക, വളരെ ഹൃദയത്തിൻ്റെ ഭാരത്തോട് പറയും. എൻ്റെ കുഞ്ഞുങ്ങളുൾപ്പെടെ, എൻ്റെ സഭയിലെ കുഞ്ഞുങ്ങളുൾപ്പെടെ, കൊച്ചു പിള്ളേരുൾപ്പെടെ ചരിക്കുന്നത് മതിലില്ലാത്തൊരു ലോകത്താണ്. എന്തോ അവർക്ക് അറിയാൻ വയ്യാത്ത സകല കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം? അറിയത്തില്ലേ? അറിവുകളുടെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നെഹമ്യാവിനെ പോലെ കരയാൻ ഒരാളുണ്ടെങ്കിൽ ഇന്നും എൻ്റെ ദൈവം മതിൽ കെട്ടാൻ വിശ്വസ്തനാണ്. മനസ്സിലാകുന്നവർ ദൈവസന്ധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട്. നെഹമ്യാവിരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. നെഹമ്യാവിരുന്ന് ഘോരം പ്രസംഗിച്ചില്ല. നെഹമ്യാവിരുന്ന് കുറേ കുറ്റം പറഞ്ഞു. ആ കൊച്ചു ശരിയല്ല, ഈ കൊച്ചു ശരിയല്ല, അത് ശരിയല്ലെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതെല്ലാം പറയുന്നവർ ഒരു കാര്യം ഓർക്കുക, കരയാൻ നെഹമ്യാവുണ്ടോ? ഇന്നും തമ്പുരാൻ മതിൽ പണിയും, ഇന്നും ദൈവം മതിൽ പണിയും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അപ്പം മതിലുകൾ വേണം മക്കളെ. എപ്പോഴും ഓർത്തോണം,
പൊന്നു കുഞ്ഞുങ്ങളെ, ഈ ലോകത്ത് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കും ലോകത്തിനും ഇടയിൽ എന്ത് വേണം? മതിൽ വേണം. അപ്പുറത്തേതല്ല ഇപ്പുറത്തോട്ട് കയറി വരാൻ ഇത് മതിലില്ലാത്ത വീടല്ല. ഇതാ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. ഞാൻ അതിനെന്ത് കെട്ടി? വേലി കെട്ടി. കല്ലെല്ലാം എന്ത് ചെയ്തു? പറക്കിക്കളഞ്ഞു. അതാണ് സഭ. ഇതിന് മതിലുണ്ട്, 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 മതിലുണ്ട്. അപ്പുറത്തേതെല്ലാം ഇപ്പുറത്ത് വരാൻ ഉള്ള തുറന്നു കിടക്കുന്നൊരു സ്ഥലമല്ല ദൈവത്തിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ എന്ന് പറയുന്നത്. ഇതിനെന്ത് വേണം? മതിൽ വേണം. പക്ഷെ മതിൽ പണിയണമെങ്കിൽ, പൊളിഞ്ഞ മതിൽ പണിയണമെങ്കിൽ ആര് വേണം? നെഹമ്യാവ് വേണം. നെഹമ്യാവ് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക, കരയുന്നൊരു ഹൃദയം വേണം. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നുണ്ട്, നിൻ്റെ കല്ലായ ഹൃദയം മാറ്റിയിട്ട് ഞാൻ നിനക്ക് എന്തോ തരും? മാംസളമായൊരു ഹൃദയം തരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകളെ കൂട്ടി യോജിപ്പിച്ച് പറയുകയാണ്. മറിയത്തോട് ശിമിയോൻ പറയുന്നുണ്ട്, എന്താണ്? നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. അപ്പം മറിയത്തിൻ്റെ നെഞ്ചിനകത്ത് എന്തോ ഉണ്ടായിരുന്നു? വാള് കടക്കും എന്ന് ശിമിയോൻ പറയുമ്പോൾ, അത് ക്രൂശിൻ്റെ ചോട്ടി നിൽക്കുമ്പോൾ മറിയത്തിൻ്റെ ചങ്കിനകത്തൂടെ എന്ത് കടന്നു? ഒരു വാള് കടന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഇതൊക്കെ കേട്ടിട്ട് കരയാൻ നെഹമ്യാവ് ഉണ്ടാകണമെങ്കിൽ ഹൃദയം എന്തായിരിക്കണം? മാംസളമായിരിക്കണം. ഈ മാംസളമായ ഒരു ചങ്കിനകത്തൊരു വാളുകൂടെ ഉണ്ടെങ്കിൽ അനങ്ങുന്നതിന് മുമ്പ് ഈ ചങ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? മുറിയാൻ തുടങ്ങും. അപ്പം പ്രാർത്ഥിക്കണമെങ്കിൽ ചങ്കിനകത്ത് വാളുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവഹിതപ്രകാരം നിന്നെ ദുഃഖിപ്പിക്കണമെങ്കിൽ ചങ്കിനകത്ത് എന്തോ വേണം? വാള് വേണം. പ്രാർത്ഥിക്കണമെങ്കിൽ ചങ്കിനകത്ത് എന്തോ വേണം? വാള് വേണം. ദൂത് മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. കല്ലായ ഹൃദയമുള്ളവൻ കുറ്റം പറയും, കല്ലായ ഹൃദയമുള്ളവൻ പറയും അവൻ തെറ്റിപ്പോയി. എന്നാൽ ചങ്കിനകത്ത് വാളുള്ളവൻ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. നെഹമ്യാവ് ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ആ കരച്ചിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ കാണുന്നു, സൻബലത്തും തോബിയായും നോക്കി നിൽക്കുമ്പോഴും യെരൂശലേമിൻ്റെ എന്ത് ചെയ്യാൻ തുടങ്ങി? മതിൽ പണി നടക്കാൻ തുടങ്ങി. ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങും? മനസ്സിലാക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് മതിലില്ലാത്ത ലോകത്തിനകത്താണ്. മതിലില്ലാത്ത ലോകത്തിനകത്ത് വേണം. മതിൽ വേണം പ്രിയമുള്ളവരെ, മതിൽ വേണം, മതിൽ വേണം, മതിൽ വേണം. എവിടെ? ഇവർക്കും ലോകത്തിനും ഇടയിൽ ഒരു മതിൽ വേണം. ഇവർക്കും ലോകത്തിനും ഇടയിൽ എന്തോ വേണം? മതിൽ വേണം. ഇവർക്കും ലോകത്തിനും ഇടയിൽ എന്തോ വേണം? മതിൽ വേണം. അതിനാരുണ്ടാകണം? നെഹമ്യാവിൻ്റെ ആത്മാവും ഹൃദയവുമുള്ള കരയുന്നവരെഴുന്നേൽക്കണം, കരയുന്നവരെഴുന്നേൽക്കണം, കരയുന്നവരെഴുന്നേൽക്കണം. എൻ്റെ ഹൃദയം ഹല്ലേലൂയ ഭാരം കൊണ്ട് നിറയുകയാണ്. ഞാൻ ഇന്ന് പകൽ എന്നെ ദൈവാത്മാവ് എന്നെ ഈ ദിവസങ്ങളിൽ കരയിപ്പിക്കുന്ന ഞാനൊരു അപ്പനാണ്. എൻ്റെ സഭയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കുന്നു, മതിലില്ലാത്ത ലോകത്തിനകത്ത് ജീവിക്കുക. ഉരിടിയണം, വേർപാടിൻ്റെ നടിച്ചു ഉരിയിടും. നിങ്ങൾ നോക്കിക്കേ, നമുക്കും പിള്ളേർക്കും ഇടയിൽ നമ്മൾ അറിയാതെ എന്ത് വരുന്നുണ്ട്? നടിച്ചൂര് വരുന്നുണ്ട്. എത്രയോ അമ്മമാർ നിൽക്കും. മറ്റേ എന്ന് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, ഇവൻ ഓടി പുത്തം എറിഞ്ഞിട്ട് എങ്ങോട്ട് വരുമായിരുന്നു? അമ്മയെ എടുത്തോട്ട് വരും. അമ്മേ 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 അമ്മേ. ഇന്നങ്ങോട്ട് ചെന്നപ്പം, സ്കൂളിൽ ചെന്നപ്പം പൊടയിറക്കാം. പിന്നെ ആനക്കാരത്തിനടയില്ല ചേനക്കാർ. അപ്പം നമുക്ക് അവനങ്ങ്, എന്നാലും അവൻ വന്ന് എല്ലാം എന്തു ചെയ്യും? പറയും. എൻ്റെ പാസ്റ്ററേ ഇപ്പോൾ താണ്ടേ ഒന്ന് ചോദിച്ചാലും എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. എനിക്കത് വേണം. ശരി, എന്തിനാ മോനെ? അതിനിപ്പോൾ ആവശ്യമുണ്ടോ? വേണമെന്ന് പറഞ്ഞാൽ വേണം. ഒറ്റ കാര്യം ഒരു ഘട്ടത്തിൽ പറയാം, തീർന്നു. അവനെവിടെ പോയി? അവൻ്റെ മുറിക്കകത്ത് പോയി. പിന്നെ ചോദിക്കാൻ നമുക്കെന്തുവാ? നമ്മുടെ പേടിയാണ്. നമ്മുടെ മനസ്സിലൊരു വാക്യം, പിള്ളേരെ അധികം എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. സത്യത്തിൽ എന്തോ ഉണ്ടായി? നടിച്ചൂരുണ്ടായി. നോക്കിക്കേ, നടിച്ചൂരുണ്ടാകുന്നില്ലേ? നമ്മൾ അത് ചിലപ്പോൾ ഇന്നത് വലിയ ഭിത്തി പോലും ഉയർന്നിട്ടില്ല. അതിന് നമ്മൾ പിയർ പ്രഷറെന്നോ അവരുടെ വിഡ്രോവലെന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കുക, സൈക്കോളജിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒറ്റ കാര്യം, എന്താ ഉയരുക? നടിച്ചുവർ ഉയരുക. ഈ നടിച്ചുവർ ബന്ധങ്ങൾക്കകത്ത് ഉയരുമ്പോൾ വേദവസ്തം പഠിപ്പിക്കുന്നു, വേർപാടിൻ്റെ എന്ത് ഇടിച്ചു കളയണം. ഇതിൻ്റെ കാര്യം എന്താ? മതിലുകൾ ഉയരുക. അതല്ലേ സത്യം? മതിലുകൾ ഉയരുക. ചിന്തിച്ച് നോക്കിയേ, പിള്ളേരോട് അധികം സംസാരിക്കാൻ എന്തോ ഒരു വാക്കിനകത്തൊരു തിരശീല വീഴുക. പിന്നെ നമുക്ക് അധികം ഒന്നും എന്ത് ചെയ്യാനില്ല, ചോദിക്കാനില്ല. എന്താ കാര്യം? മറ്റേ നമ്മൾ കരയാണ്. മറ്റേ എല്ലാം എന്നോട് പറയുമായിരുന്നു, എല്ലാം പറയുമായിരുന്നു. എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോ ഉണ്ടായി? മതിലുണ്ട്. ഈ മതിലിടിയണമെങ്കിൽ ആര് വേണം?
നെഹമ്യാവല്ല, യോശുവ വേണം. യോശുവ എങ്ങനെ പ്രാർത്ഥിച്ചു? നടന്നുകൊണ്ടൊരു പ്രാർത്ഥന. പിതാവേ, ഈ യെരിഹോവിൻ്റെ മതിൽ എന്ത് ചെയ്യണം? ഇടിയണം. അപ്പം നടുച്ചുവരുകൾ ഇടിയണം. നെഹമ്യാവ് എന്ത് ചെയ്തു? പണിയാനായിരുന്നു. യോശുവ ആത്മാവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇടിച്ചു കളയാം. നടിച്ചുവരുകളുണ്ടാകും. ഒത്തിരി നടിച്ചുവരുകൾ ഉണ്ടാകുന്നില്ലേ? ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാര്യം ഇവരുടെ ഇടയ്ക്ക് എന്തോ ഉണ്ടായി, അറിഞ്ഞോ അറിയാതെ എന്തോ ഉണ്ടായി, ഒരു നടിച്ചുവരുണ്ടാകുക. ബന്ധങ്ങൾക്കകത്തേക്കൊക്കെ ഒരു സഹോദരങ്ങളുടെ ബന്ധങ്ങൾക്കകത്ത് എന്തോ ഉണ്ടായി? നടിച്ചുവരുണ്ടായി. അത് ചെറിയ കാര്യങ്ങൾ. സത്യത്തിൽ ഈ ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു ബന്ധമാണ്. എന്ത് ബന്ധം? സഹോദര ബന്ധം. ഭയങ്കര ഒരു ബന്ധമാണ് സഹോദര ബന്ധം. ഞാനത് പലപ്പോഴും പലയിടത്തും പറയാറുള്ള കാര്യമാണ്. ഇവിടെ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഞാനൊരു ദിവസം കണ്ടതാണ്. കൊച്ചു പിള്ളേരായിരിക്കും, ഒറ്റ ഇടിക്ക് കൊച്ചവൻ്റെ മൂക്കാൻ പട്ട തകർത്തു. അവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ബ്ലഡെല്ലാം നിന്ന് കഴിഞ്ഞപ്പം വീട്ടിൽ കൊണ്ടു. അപ്പോൾ തന്നെ ഇവൻ്റെ മുഖമെല്ലാം അങ്ങ് നീര് വെച്ച് പിന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എടാ, നമ്മൾ ഈ അടിക്കേസുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ എവിടെ അറിയിക്കും? പോലീസ് അറിയിക്കും. അപ്പോൾ എല്ലാവരും വിരട്ടി. ഇപ്പോൾ ആര് വരും? പോലീസ്. അപ്പോൾ അടി കൊണ്ട് അടിച്ചവൻ ഇങ്ങനെ വിരുണ്ട് നിൽക്കുക. 5-6 വയസ്സേ ഉള്ളൂ. അയ്യോ, പോലീസും വിരുണ്ട് നിൽക്കുക. അപ്പോൾ ഈ അടി കൊണ്ട് കിടക്കുന്നവൻ ഇടയ്ക്ക് കേട്ടു, പോലീസ്. അവൻ പതുക്കെ എഴുന്നിട്ട് അപ്പച്ചെടുക്കുക. അപ്പച്ചൻ എന്തിനാ പോലീസ്? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നമ്മുടെ കുറ്റമല്ല മോനെ, നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പോലീസിനെ അറിയിക്കും. ചിലപ്പം പോലീസ് വന്നവനെ കൊണ്ടുപോകായിരിക്കും. ഇവനെ അങ്ങ് വിറച്ച് ഇവൻ ചോദിച്ചു, എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? എൻ്റെ ചേട്ടനെ കാണാൻ പോലീസ് ഞാൻ പറഞ്ഞേക്കാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇമാരെ കാണുന്നില്ലേ? തപ്പിച്ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഈ അടി കൊണ്ടവൻ മറ്റവനെ ഒരു പുതപ്പിനകത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുക, ഉറക്കുക. ആര് കൊണ്ടുപോയിരിക്കാൻ? പോലീസ് കൊണ്ടുപോയിരിക്കും. ഇതിൻ്റെ പേരാണ് എന്ത്? സഹോദരൻ. പക്ഷേ ഇച്ചിരി പണമായി, അവരെല്ലാം കല്യാണം കഴിച്ചു, 2 ചേടിത്തേനത്തിമാരും വന്നു. ഇപ്പം സഹോദരന്മാർ തമ്മിൽ എന്തോ ചെയ്യത്തില്ല, മിണ്ടത്തില്ല. എന്താ വിഷയം എന്നറിയാമോ? നാട്ടിലെ വസ്തുവിൻ്റെ വീതം വെച്ചപ്പം തേക്കിൻ്റെ ആ വര പിടിച്ചപ്പോൾ ആരുടയ്യത്ത തേക്ക്. അവൻ പറഞ്ഞു എവിടാന്ന്? അവിടെ. ഇവർ പറഞ്ഞ് ഇവിടെ. അപ്പോൾ എന്തോ കൊടുത്തു? കേസ് കൊടുത്തു. രണ്ടും ചരട് മൂപ്പിക്കാൻ ആരാണെന്നറിയാമോ? ഈ പെണ്ണിൻ്റെ അമ്മ അവിടെ നിന്നുകൊണ്ട് മൂപ്പിക്കും, അനിയത്തിയുടെ അമ്മ, ചേടത്തിയുടെ അമ്മ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? കളം മൂപ്പിക്കും. ആര് തമ്മിൽ പിടക്ക്? ഇടയ്ക്ക് വിശ്വാസികൾ കേസ് കൊടുത്തു. എന്താ? തേക്ക്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, സിവിൽ കേസ് ഒത്തിരി നാളുകൾ പോവും, നിങ്ങൾ ഈ വക്കീലിന് കൊണ്ട് പൈസ കൊടുക്കാതെ ഈ പൈസ ഇതങ്ങ് പറഞ്ഞു തീർക്കാൻ മോശമല്ലേ? ഉടനെ അച്ചായം പറയുക, വിശ്വാസിയാണ്, സാരമില്ല പാസ്റ്റേ, കേസ് അങ്ങോട്ട് പോകട്ടെ, സിവിൽ കേസല്ലേ, വക്കീലിന് പൈസ കൊടുത്താലും സാരമില്ല, കേസ് തീരുമ്പോഴത്തേന് തേക്ക് വണ്ണം വെക്കും, ഇപ്പം വക്കീലിന് കൊടുക്കുന്ന പൈസ തേക്കിൻ്റെ വണ്ണത്തെ കിട്ടുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? തേക്കിൻ്റെ വണ്ണത്തെ കിട്ടുമെന്ന്. എന്താ പറ്റിയും? ബന്ധങ്ങൾക്കിടയിലോട്ട് എന്തോ വന്നു. മിനിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞൊരു കൊച്ചി ഇന്ന് രാവിലെ തുള്ളിച്ചാടി വന്നേക്കുക, ഞാൻ ചെറുക്കനെയും കൊണ്ട് പോകും. ഞാൻ ചോദിച്ചാൽ എന്താ പഠിപ്പണ്ണേ? ഞാൻ ചെറുക്കനെയാണ് കെട്ടിയത്, അമ്മയെ കെട്ടിയിട്ടില്ല. തള്ളയുടെ പണി നോക്കിയിടാം, ഞങ്ങൾ പോവുകയെന്ന്. പാസ്റ്റർ മോള എന്തോ ഉണ്ടാകുന്ന ബന്ധങ്ങൾക്കിടയിലേക്ക് എന്തോ ഉണ്ടാകുക, നടിച്ചു വരും. ഈ മതിലെല്ലാം എന്ത് ചെയ്യണം? ഇടിയണം. അപ്പോൾ ഇതിനാര് വേണം? യോശുവ. അപ്പം തന്നെ ഒരു മതിൽ നമ്മൾ കാണുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോവിന് ചുറ്റും എന്തോ കെട്ടി, മതിൽ കെട്ടി. അവർ അതിന് ചുറ്റും എന്ത് ചെയ്യാൻ തുടങ്ങി? നടന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഇടിഞ്ഞു, മതിലിടിഞ്ഞു. അപ്പോൾ ഒരു മതിൽ പൊളിയണം, നടിച്ചുവരുകൾ ഇടിയണം, യെരിഹോ മതിലുകൾ ഇടിയണം, നെഹമ്യാവിനെ പോലെ മതിലുകൾ എന്ത് ചെയ്യണം? പണിയണം. ഞാൻ പറയുന്ന ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല കുഞ്ഞുങ്ങൾ, അമ്പറ്റി കുഞ്ഞുങ്ങൾ, നന്മകൾ ഇന്നും ചോർന്നു പോകാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. നമ്മളെക്കാട്ടി നല്ലവരായവർ, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ. പക്ഷേ ഈ ഒരു കാര്യം, ഇവരിറങ്ങിപ്പോകുന്ന ലോകത്തിന് എന്തോ ഇല്ല, മതിലില്ല. അവർക്കും ലോകത്തിനും ഇടയിൽ എന്തോ വേണം? മതിൽ വേണം. ആ മതിൽ പണിയണമെങ്കിൽ കരയാൻ ആര് വേണം? നെഹമ്യാവ് വേണം. ഇത്രയും മതി. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കരയാൻ നെഹമ്യ. എന്ത് പണിയുക? മതിൽ പണിയുക. കർത്താവിന് സ്തോത്രം ചെയ്താട്ട് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ പണിയണമെങ്കിൽ എന്ത് ഹൃദയം വേണം? മാംസളന്മാർ ഹൃദയം വേണം. ചങ്കിനകത്ത് എന്തുകൂടെ വേണം? വാള് വേണം. ചങ്കിനകത്ത് വാളുണ്ടെങ്കിൽ നിന്നെ അത് കരയിപ്പിക്കാൻ തുടങ്ങും. ഓരോ പ്രശ്നങ്ങൾ. ചങ്കിനകത്ത് വാളുള്ളവൻ കരയത്തില്ലേ? കരയും. അയ്യോ എൻ്റെ ദ്രോഹമേ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എല്ലാവരും ഷെയർ ചെയ്യുകയാണ് ഫേസ്ബുക്കിനകത്തല്ല. എന്താണ്? കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ അങ്ങോട്ട് നിരത്തി നിർത്തിയിട്ട് കഴുത്തിറത്തി എന്ത് ചെയ്യുക? കൊല്ലുക. എല്ലാവരും ഒത്തിരി ഇടത്ത് വാട്സപ്പിലും അതിനകത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു. കഴുത്ത് ഈ കടൽ ചുമക്കുന്നത് കണ്ടു. വേറൊരുത്തനെ കൊണ്ടുവന്നിട്ട് ഒറ്റ വെട്ടിന് കൊല്ലുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് ഒരു ദിവസം ഉപവസിച്ചോ? ഇത് ഷെയർ ചെയ്യുന്നത് ക്രൂവാലിറ്റി അല്ലേ? കണ്ടോ? കഴുത്തറുത്ത് കൊല്ലുന്നത് കണ്ടോ? ചോര വീണിട്ട് കടൽ കറക്കുന്നത് കണ്ടോ? ചുമക്കുന്നത് കണ്ടോ? ക്രിസ്ത്യാനിയാ, അതിന് പേരിലാ കൊന്നേ. ഉപവസിച്ചോ? ഷെയർ ചെയ്തോ? ഒരു നേരം ഉപവസിച്ചോ?
ഓൾമോസ്റ്റ് ഇല്ല ക്രിസ്ത്യാനി ഇന്ന് മിഡിൽ ഈസ്റ്റിൽ. ഇറാഡിക്കേറ്റ് ചെയ്യുക, കൊന്നൊടുക്കുക, ഓടിച്ചു വിടുകയല്ല, കൊന്നൊടുക്കുക. ഉപദേശിച്ചോ? ഞാൻ ചോദിക്കുക, ഉപദേശിച്ചോ? ഷെയർ ചെയ്തില്ലേ? പറ. ഒറ്റ നേരം അതിൻ്റെ മുമ്പിൽ തമ്പുരാനെ എന്ന് വിളിച്ച് അവൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഉപദേശിച്ചോ? കൊന്ന അവൻ കർത്താവിനെ അറിയാൻ ഉപദേശിച്ചോ? ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, അവൻ രക്ഷിക്കപ്പെടാൻ. കൊന്നവൻ. എനിക്ക് ഉറക്കം വന്നില്ല അത് കണ്ടിട്ട്. ചങ്ങനകത്തൊരു വാളുള്ളവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. നെഹമ്യാവിരുന്ന് എന്ത് ചെയ്തു? കുറേ നാളിരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. നോക്കാം എങ്ങനെയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച ചില കാര്യങ്ങളെ നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചു? യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. യോശുവ 7:6. അത് ഹായി പട്ടണം പിടിക്കാൻ പോയി. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഹായി പട്ടണം പിടിക്കാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, പിടിക്കാൻ ഒത്തിരി പേരൊന്നും വേണ്ട, പിന്നെന്തോ മതി, കുറച്ച് പേര് മതി. എല്ലാവരും കൂടെ. പക്ഷേ ഏതായാലും തോറ്റുപോയി. ഇപ്പോഴത്തെ ജനത്തിൻ്റെ ഹൃദയം വെള്ളം പോലെ ഉരുകി. ഇത് കണ്ടപ്പോൾ യോശുവ എന്ത് ചെയ്തു? പെട്ടകത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. വായിക്കാം. എസ്രായുടെ പുസ്തകം കുറിക്കാവുന്നവർ കുറിക്കുക. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ വീണ് കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുന്നതിനകത്ത് പ്രത്യേക പോസ്റ്റേഴ്സ് ഉണ്ടോ? ഉണ്ട്. വേദപുസ്തകത്തിൽ അതിനെല്ലാം കാര്യമുണ്ട്. വീണ് കിടന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിച്ചു? വീണ് കിടന്ന് സാഷ്ടാംഗം എന്ത് ചെയ്യുകയാണ്? വീണ് കിടക്കുക. അപ്പം നമ്മൾ പറയാതെ ജാതികൾ ചെയ്യുന്ന കാര്യം. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെ വീണ് കിടന്നതായിട്ട് കാര്യമുണ്ട്. ഞാനിത് മനസ്സിലാക്കിയ ഒരു ആത്മീയ സത്യം. ഇന്നും വീണ് കിടക്കാൻ തയ്യാറായ ദൈവ അത്ഭുതങ്ങളെ ചെയ്യാൻ വിശ്വസ്തരാണ്. വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചർച്ചിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അത് കഴിഞ്ഞൊരു സഹോദരി ഡങ്കി 2 പേര് 40കളിൽ താഴെ മരിച്ചു. 40-42 ആ ഒരു ഏജ്. ആ 2 വർണ്ണം 1.5 ആഴ്ചക്കകത്ത് അടുപ്പിച്ചുണ്ടായി കഴിഞ്ഞു. വല്ലാത്ത മുറിവ്. ആ മുറിവിൻ്റെ ആഴ്ചകളിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ കൊയർ ടീം പാടാൻ വരുന്നു. അവരുടെ കൈ പാട്ട് എന്താണെന്ന് അറിയാമോ? ഭയങ്കരറ്റം ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. നമുക്കുണ്ട് സത്യം. പക്ഷേ ചത്തവൻ്റെ വീട്ടുകാരവിടെ ഇരിക്കുക. അവിടെ മനസ്സിലാക്കണ്ടേ? എനിക്കൊരു വലിയ വിഷമം. എങ്കിലും പാടില്ല, എല്ലാ സമയത്തും ആരാധിക്കണമല്ലോ. നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തില്ല, ദൈവാധീനം, ഫോൺ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഫോൺ റിങ് ചെയ്തു. ഞാൻ ഫോൺ എടുക്കുകയും ഒരു റോണി എന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചു. അവൻ്റെ വീട്ടുകാർ വിളിക്കുന്നു. അവൻ്റെ ഹിന്ദു സഹോദരനാണ്. അവൻ്റെ ഡെങ്കി ഹോസ്പിറ്റലിൽ ബ്ലീഡ് ചെയ്യുകയാണ്. 50,000 കൗണ്ട് കുറയുന്നു. ചെറിയതായി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. ഉച്ചയോടുകൂടി മാറ്റണമെന്ന് പറയുന്നു. ഒന്നുകൂടെ നോക്കും, മാറ്റണം. അത് കഴിഞ്ഞ് കട്ട് ചെയ്തു. ഞാൻ കയറി വന്നു. പെട്ടെന്ന് അപ്സര എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അമ്മ വിളിച്ചു. അവിടെ ഭർത്താവ് മരിച്ചു പോയതാണ്. മരിച്ച സമയത്ത് വയറ്റിൽ കുഞ്ഞുണ്ട്, അറിഞ്ഞില്ല. ആ കുഞ്ഞിന് ഡെങ്കി. അവിടെയും കൗണ്ട് കുറയുന്നു, പ്രാർത്ഥിക്കണം. 2 എണ്ണം മരിച്ചു, 2 എണ്ണം മരിക്കാൻ തുടങ്ങുക. എൻ്റെ മനസ്സങ്ങ് വല്ലാതെ വിഷമിച്ചു. ഞാൻ ഹോളിലോട്ട് വന്നിട്ട് പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു ഇന്ന് പാടണ്ട, മൈക്ക് ഓഫ് ചെയ്തു. ഇവരേതാണ്ട് അങ്ങ് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി, എന്തോ തെറ്റ് ചെയ്ത പോലെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച 2 എണ്ണം ചത്തു, 2 എണ്ണം ജാകാൻ നടക്കുന്നു. ഇവിടെ കിടന്ന് തുള്ളിട്ട് കാര്യമില്ല. 2 എണ്ണം പോയി, 2 എണ്ണം പോകാൻ പോവുക. ദൈവദാസനെ ഞാൻ അതിൻ്റെ കുറ്റം ഏറ്റെടുക്കുക. ഇന്നിവിടെ ആരാധനയില്ല, ഞാനിവിടെ സ്റ്റേജിൽ വീണ് കിടക്കും. പ്രാർത്ഥിക്കുക, ഉള്ളവർ പ്രാർത്ഥിക്കുക, പോകേണ്ടവർക്ക് പോകാം. ഭയങ്കരമായിട്ട് ഒരു നിയോഗം. ഞാൻ ആ സ്റ്റേജിലേക്ക് നെടുമ്പാട് വീണപ്പം കരയാൻ തുടങ്ങി. കരച്ചിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ ആരെയൊക്കെ തൊട്ടു. ഞാൻ നോക്കുമ്പോൾ ഒത്തിരി എണ്ണം കസേര വിട്ട് എഴുന്നേറ്റ് വന്നു. ഒത്തിരി പേർ എന്നോടൊപ്പം നിലത്ത് വീണു. ഒത്തിരി പേര് മുട്ടയിലിരുന്നു. 1 മണിക്കൂറോളം കരച്ചിലും കണ്ണീരും മാത്രം. കേൾക്കണോ? ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ 2 പേരുടെയും ഡെങ്കിയുടെ ബ്ലീഡിങ് നിന്നു. 2 പേരുടെയും ബ്ലഡ് കൗണ്ട് നോർമലായി. പിന്നൊരു ഡെങ്കി മരണം ഉണ്ടായിട്ടില്ല സഭയ്ക്കകത്ത്. ഒരു കാര്യം ഞാൻ പറയും, ഇന്നും വീടാൻ ആളുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. മരണങ്ങളുണ്ടാകാതെ, അകാല മരണങ്ങളുണ്ടാകാതെ ഇന്നും വീഴാൻ ആളുണ്ടെങ്കിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തനാ. അതിന് ചങ്കിനകത്ത് വാളുള്ളവൻ ഒരു മൂപ്പം വീണു, കൂട്ടത്തിൽ കൂട്ടുമൂപ്പന്മാർ വീണു. ദൈവം അത്ഭുതം ചെയ്യുമെങ്കിൽ വീണ് കരയാൻ ഇന്ന് ആളുണ്ടോ? റാണി കൊല്ലുകയല്ലേ?
ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് തലവെട്ടി കൊല്ലുന്നത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നവരെ, ഇതൊക്കെ കണ്ടിട്ട് വീണ് കിടന്ന് കരയാൻ ആരുണ്ട്? കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങി. അവർ എങ്ങനെ കരഞ്ഞു, പ്രാർത്ഥിച്ചു, വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ കാണുന്നു. യേശു കർത്താവ് എന്ത് ചെയ്തു? വേഗത്തിൽ വായിച്ചാട്ടെ. പിതാവേ, കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു? വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് നോക്കാം, വേഗത്തിൽ മുമ്പോട്ട് പോയാട്ട് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്നു ദാനിയേൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. എനിക്ക് അവിടെ വളരെ ഗൗരവമായിട്ട് പറയാനൊരു കാര്യമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത് അധ്യായം. വളരെ ശാന്തമായി ഇന്ന് എനിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മക്കളെ ഇങ്ങോട്ട് നോക്കി. ദാനിയേൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മുട്ടുകുത്തി എന്ന് പറഞ്ഞേ. മുട്ടുകുത്തി. ഒന്നുകൂടെ പറഞ്ഞേ. മുട്ടുകുത്തി. എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി. ഒരു വാക്കുകൂടെ അവിടെ വന്നിട്ടുണ്ട്, പതിവ് ചെയ്ത് വന്നതുപോലെ. ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ദാനിയേലിനെതിരെ ഒരു രേഖ എഴുതി. എന്താണ് രേഖ? കർത്താവിനോട്, രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്ന ഏവനെയും സിംഹക്കുഴിയിൽ എന്ത് ചെയ്ത് കളയണം? ഇട്ട് കളയണം. ഈ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ ഇവിടെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. ദാനിയേൽ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി. എന്നാൽ അവിടെ ഒരു വാക്കുണ്ട്, എന്ന് പതിവ് പോലെ, പതിവ് ചെയ്തു വന്നത് പോലെ. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പം ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചര്യയുടെ ഭാഗമായിരുന്നു ദിവസവും ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കും? മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എത്ര നേരം പ്രാർത്ഥിക്കും? 3 വട്ടം പ്രാർത്ഥിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ഗുണമുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് അവൻ പതിവ് ചെയ്ത് വന്നതുപോലെ? ഇവിടെ എനിക്ക് ദാനിയേലിനെ അങ്ങ് ഇഷ്ടപ്പെടാൻ, ഒരു രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ 21 ദിവസം ഉപവസിച്ചോ? ദാനിയേൽ 21 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. പക്ഷേ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ ഉപവാസം പ്രഖ്യാപിച്ചോ? ഇല്ല. ഇനിയും കർത്താവേ, ഇതിൽ നിന്ന് വിടുതൽ കാണാതെ ഞാൻ നിൻ്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേക്കത്തില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരിപ്പ് അങ്ങ് ഇരുന്നു. ഇല്ല. വളരെ കൂളായിരുന്നു. ആര്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ദാനിയേൽ ദിവസം തോറും എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കുവാൻ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഉപവാസം വെക്കും. ഒരു വീട്ടിൽ ഉപവാസം വെച്ചാൽ അപ്പം ദൈവദാസൻ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്? വിഷയം. വിഷയമില്ലെങ്കിൽ വീട്ടിലെന്തോ വെക്കത്തില്ല, പ്രാർത്ഥന വെക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോഴാണ്, വിഷയം വരുമ്പോഴാണ് നമുക്ക് എന്തോ കൂടുന്നത്? ഉപവാസവും പ്രാർത്ഥന. പക്ഷേ ദാനിയേലിൻ്റെ ജീവിതത്തിൽ വിഷയം വന്നപ്പം പ്രാർത്ഥന കൂടിയോ? ഇല്ല. കുറഞ്ഞോ? ഇല്ല. അവൻ കൂളായിരുന്നു. ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിച്ച് 2-3 കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, തോക്കാൻ വേണ്ടി വരുന്നവൻ. അളിയ അവൻ എന്തിനു വരിക? തോക്കാൻ വരും. അവന് ടെൻഷനുണ്ടോ? ഇല്ല. എല്ലാം പഠിച്ചവരുണ്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം പഠിച്ചു. ആഴ്ച റിവിഷൻ ചെയ്തു. പരീക്ഷ വന്നപ്പോൾ എല്ലാം 1, 2, 5, 6 വട്ടം റിവിഷൻ ചെയ്തു. തലേദിവസം നേരത്തെ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കി. അവൻ വന്ന് ഫസ്റ്റ് ബെൽ അടിക്കുമ്പോഴേ എന്ത് ചെയ്യും? കയറിയിരിക്കും. ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഒന്നറിയാം, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. എന്നാൽ തലേദിവസം രാത്രി പഠിച്ച കുറേ പാർട്ടികളുണ്ട്, നമ്മുടെ എല്ലാം പോലെ അല്ലേ? എല്ലാം എപ്പോഴാണ് പഠിച്ചത്? തലേദിവസം രാത്രി. അവരെ നോക്കണം. ഫസ്റ്റ് ബെൽ അടിച്ചു, സെക്കൻഡ് പഠിച്ചു. ടീച്ചർ വന്ന് പറഞ്ഞു, ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്, എവരിബഡി പ്ലീസ് ഗെറ്റ് ഇൻ ടു ദ ഹോൾ, ദിസ് ഈസ് ദ ഫൈനൽ വാർണിംഗ് ഫോർ എവരി വൺ എന്ന് പറയുമ്പോഴോ അവൻ പിന്നെ ഇവരാണ് ഈ പരീക്ഷയും പേപ്പറും ബുക്കും എല്ലാം കൊണ്ട് ഇട്ട് തെറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കയറിപ്പോകുന്നത്. കാരണം എപ്പോഴാണ് പഠിച്ചത്? തലേദിവസം. അവിടെ ഇരിക്കുമ്പോഴാണ് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. കാരണം തലേദിവസം എന്തോ ചെയ്തിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, കണ്ടിട്ടില്ല. കടിച്ച് മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോഴേ ഒരു ശീലം, എനിക്ക് ഇത് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയായതുകൊണ്ട് ഭയങ്കര സന്തോഷം. മക്കളെ, ഒരു ശീലം ജീവിതത്തിൽ ഇടണം. എന്ത് ശീലം? എന്ത് ശീലം? എങ്ങനെ പ്രാർത്ഥിക്കുന്ന ശീലം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഒന്ന് മുട്ടേ നിൽക്കാൻ നിന്നേ പേടിയാണ്, വേദനയാണ്. ഇപ്പോൾ നമുക്കൊക്കെ വേദനയാണ്. പിള്ളേരെല്ലാം പ്രാർത്ഥിക്കണം. എങ്ങനെ നിന്ന് പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി. ഭയങ്കര മർമ്മം അതിനകത്തുണ്ട്. മുട്ടുകുത്തിയാൽ, തമ്പുരാൻ്റെ അടുക്ക മുട്ടുമുത്തിയാൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയും നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. കാരണം എല്ലാ മുട്ടും മടങ്ങും. എല്ലാ നാവും കർത്താവെന്ന് ഏറ്റുപറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ, എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പം ദാനിയേൽ എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനിയും ആരും അങ്ങനെ പ്രാർത്ഥിച്ചുണ്ട്. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം, നമ്മുടെ കർത്താവിനെ തന്നെ നോക്കാം. 22-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ലൂക്കോസ്
അയ്യോ എനിക്ക് അവിടെ നിന്ന് ധ്യാനിക്കാനുണ്ട്. യേശു കർത്താവ് അവരെ വിട്ടിട്ട് എങ്ങനെ പോയി? കല്ലേറ്. ഇതെല്ലാം എൻ്റെ ധ്യാനത്തെങ്കിൽ കർത്താവ് യേശു എന്തോരം ദൂരമാണ് പോയത്? കല്ലേറ് ദൂരം. കല്ലേറ് ദൂരം. എന്തിനാണപ്പോൾ കല്ലേറ് ദൂരം പോയത്? എബൌട്ട് എ സ്റ്റോൺ ത്രോ. കല്ലേറ് ദൂരം. എന്തിനാണ് കർത്താവ് കല്ലേറ് ദൂരം പോയത്? ഒരർത്ഥമുണ്ട്. നിന്റെ ദൂരത്തിൽ നിന്റെ വിളിക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ കൊച്ചു കുഞ്ഞ് വിളിച്ചാൽ അവിടെ ഇറങ്ങി വരും. അവൻ്റെ ദൂരത്തിൽ യേശുവുണ്ട്. ഒരു ആരോഗ്യമുള്ളവൻ്റെ ദൂരത്തിൽ യേശുവുണ്ട്. ഒരു വലിയ പ്രാർത്ഥനാ വീരൻ്റെ ദൂരത്തിൽ യേശുവുണ്ട്. വിളിക്ക് മുമ്പിൽ ആ ദൂരത്തിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ് കല്ലേറ് ദൂരത്തിൽ വരുന്നത്. ഇത് മനസ്സിലാകുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഒരു ബെൻഹിനും വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവം, റൈനാഡ് ബോങ്ക വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവം, പൗലോസിന്റെ ദൈവം, പത്രോസിന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം, അത് എന്റെയും നിന്റെയും ദൈവമാണ്. നിന്റെ ദൂരത്തിൽ ഈശോയെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിളിക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന കല്ലേറ് ദൂരത്തിൽ എല്ലാവരും ആ വാക്കിനെ ധ്യാനിച്ചാട്ട്. നിന്റെ ദൂരത്തിൽ ഒരു ഭക്തന്റെ ദൂരത്തിൽ, ഒരു വലിയ അതിശക്തന്റെ ദൂരത്തിൽ മാത്രമല്ല, ഒരു കൊച്ചു കുഞ്ഞിന്റെ ദൂരത്തിൽ പോലും കർത്താവുണ്ട്. ആ കർത്താവ് എന്ത് ചെയ്തു? കല്ലേറ് ദൂരം. കുഞ്ഞെ, നിനക്ക് എത്രത്തോളം വരാൻ ഒക്കുവോ അവിടം വരെ വരിക. അവിടെ ഞാനുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. അവിടെ കർത്താവ് വന്ന് എന്ത് ചെയ്തു? മുട്ടുകുത്തി. അപ്പൊ യേശു കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും ചേർന്ന് പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പുരോഹിതൻ അവർ യോശുവായും കൂട്ടരും ഒക്കെ എങ്ങനെ പ്രാർത്ഥിച്ചു? കവിണ് വീണ് പ്രാർത്ഥിച്ചു. എന്നാൽ യേശു കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി മുട്ടുകുത്തിയവരുണ്ടോ നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. പത്രോസ് ശിഷ്യന്മാർ മുട്ടുകുത്തിയിട്ടുണ്ടോ? വേഗത്തിൽ നോക്കിയാട്ട് അപ്പോസ്തലപ്രവൃത്തി 9:40. അവിടെ ഒരു സ്ത്രീ, അതാരാണ്? തബീത എന്ന് പറയുന്ന ഒരു കുട്ടി, പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അവൾ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നവൾ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, നന്മ ചെയ്തുകൊണ്ടിരുന്നവളാണ്. എനിക്കിവിടെ ഭയങ്കര ചിന്ത തോന്നി. പത്രോസ് അവിടെ അടുക്കലേക്ക് വന്നപ്പോൾ പത്രോസിനെ കുറേ പേര് വളഞ്ഞു. ആരാ വളഞ്ഞത്? അവിടെയുള്ള സ്ത്രീകൾ വളഞ്ഞു. ആ സ്ത്രീകൾ വളഞ്ഞിട്ട് ഒരു കാര്യം പത്രോസിനെ കാണിച്ചു. എന്തോ കാണിച്ചത്? അവൾ ജീവിച്ചിരുന്നപ്പം തുന്നിയ എന്തോ കാണിച്ചു? ഉടുപ്പ് കാണിച്ചു. എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ പൊന്നെ, ജീവിച്ചിരുന്നപ്പം തബീത തുന്നി. ആ തുന്നിയ ഉടുപ്പൊക്കെ ഇവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്ത്രീകൾക്കൊക്കെ എന്ത് ചെയ്തു? കൊടുത്തു. അങ്ങനെയല്ല വായിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ. അന്ന് അതിന് മുമ്പായിട്ട് കാണുന്നു, അവരെഴുന്നേറ്റ് അവിടെ വിധവമാർ എല്ലാവരും കഴിഞ്ഞ 39 എല്ലാവരും കരഞ്ഞുകൊണ്ട് തമീത ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പളം കാണിച്ച്, ഈ ദൈവത്തിൻ്റെ ഒരു ദൈവഹിതപ്രകാര ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ പോയിട്ട് കാണുന്നത്. അപ്പോൾ ഈ തബീത ആ വാക്യം നിർവഹിച്ചവളായിരിക്കണം. തബീത ഈ വിധവമാരെടുക്കലൊക്കെ പോയിട്ട് അവൾ തുന്നിയ ഉടുപ്പ് ആർക്ക് കൊടുത്തു? വിധവമാർക്ക്. അപ്പോൾ അവൾ കൊടുത്ത ഉടുപ്പ് കാണിച്ചാണ് ആര് കരഞ്ഞത്? വിധവകാരൻ. ഒരു കാര്യം ഓർത്തോണേ, നമ്മൾ ചത്ത 10 പേരെന്ത് ചെയ്യണം? നമ്മൾ ചത്താലെങ്കിലും 10 പേരെന്ത് ചെയ്യണം? കരയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തോ കൊടുക്കണം? ഉടുപ്പ് കൊടുത്തില്ലെങ്കിലും ഓർമ്മ കൊടുക്കണം. ഉടുപ്പ് കൊടുത്തില്ലെങ്കിലും നല്ല എന്തോ കൊടുക്കുക? ഓർമ്മ കൊടുക്കുക. ആ ഓർമ്മകൾ ഓർത്താണ് എന്ത് ചെയ്യുന്നത്? കരയുന്നത്. അങ്ങനെ ആര് കരഞ്ഞു? തബീത കരഞ്ഞു. ഈ പെൺകുട്ടി മരിക്കാൻ പാടില്ല. ഒരു കാര്യം, നീ പ്രതിസന്ധിയിലാകുമ്പോൾ കുറേ പേർക്ക് ഓർക്കാനുണ്ടെങ്കിൽ ഓർമ്മയിൽ നിന്ന് അവർ കരഞ്ഞാൽ ദൈവം മരണത്തിൽ നിന്ന് പോലും നീക്കുപോക്കൾ തരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ആ കരച്ചിന് കണ്ടപ്പം പത്രോസിന് പിടികിട്ടി. ഇവളെന്ത് ചെയ്യേണ്ടവളാ? ഉയർക്കപ്പെടേണ്ടവളാ. പത്രോസ് എങ്ങനെ പ്രാർത്ഥിച്ചു? അവിടെ ആ പ്രതിസന്ധിയിൽ പോയിട്ട് മരിച്ചു കിടക്കുന്ന തബീത എടുത്തു പോയിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞേ, മുട്ടുകുത്തി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ തബീത എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരു കാര്യം പറയാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പത്രോസ് ഉണ്ടെങ്കിൽ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ ഇന്നും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പത്രോസ് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ തൻ്റെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. എഴുന്നേൽക്കാത്തത് എഴുന്നേൽക്കും. എന്ത് ചെയ്താൽ? മുട്ടുകുത്താൻ തയ്യാറായ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്നവൻ വിശ്വസ്തനാണ്. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. അവർ വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. എങ്ങനെ പ്രാർത്ഥിച്ചു? ദാനിയേൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദാവീദ്. ഒന്ന് നിർത്താണ്ട പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16 മുതൽ ഈ ഉള്ള വാക്യങ്ങളെ നോക്കിയാട്ട് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ദാവീദ് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് നിർത്താണ്ട പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് അവിടെ നമ്മൾ ദാവീദ് പ്രാർത്ഥിച്ചത് കാണുന്നു.
അത് വളരെ റയറായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 1 വൃത്താന്ത പുസ്തകം 17-ാം അധ്യായം. ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ ഇതും പോരാഞ്ഞിട്ട് വരാനുള്ള തലമുറയുടെ കാര്യം കൂടെ പറയുകയാണ്. അപ്പോഴാണ് ദാവീദ് എങ്ങനെ പ്രാർത്ഥിച്ചു? ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രവചിക്കാം, നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ എലീശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ശൂനേംകാരത്തി എന്ത് ചെയ്തു? അവിടെ പോയി എലീശ അങ്ങനെ പോയപ്പോൾ ഈ വഴിയായിരുന്നു നല്ല ഭക്തനായ പുരുഷൻ പോകുന്നുവെന്ന് കണ്ടിട്ട് അവന് വേണ്ടി ഒരു മാളിക മുറി ഒരുക്കുകയാണ്. അവിടെ കസേരയും മേശ കാട്ടിലുമൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം കഴിഞ്ഞപ്പം എലീശ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്നെ വെറുതെ കൊതിപ്പിക്കരുതെന്ന് പറഞ്ഞു. അടുത്ത വർഷം നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ശൂനേംകാരത്തിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു. എന്നാൽ ഒരു ദിവസം കുഞ്ഞ് വളർന്നു. അവനെ പോയിട്ട് വന്നപ്പം തല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നു. കുഞ്ഞ് എന്ത് ചെയ്തു പോയി? മരിച്ചു എന്ന് കേട്ടപ്പോൾ ഇവനെ അവിടെ കയറ്റി കിടത്തിയിട്ട് ഈ ശൂനേംകാരത്തി എങ്ങോട്ട് പോയി? എലീശ എടുക്കട്ട് പോയി. എലീശ കണ്ട് ആദ്യം ചോദിച്ചു, നിനക്ക് സുഖം തന്നെയോ? നിൻ്റെ കുഞ്ഞിന് സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഗേഹസിയോട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യുകയില്ല, വിടുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എലീശ കൂടെ പോയിട്ട് നമ്മൾ കാണുന്നു. എലീശ അവിടെ ചെന്നിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയിട്ട്, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ എലീശ എങ്ങനെ പ്രാർത്ഥിച്ചു? ആ മുറിക്കകത്തൂടെ നടക്കുകയാണ്. നടന്നിട്ടാണ് ബാലൻ്റെ മേൽ കവിണ് വീണ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എലീശ അവിടെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യെരിഹോവിന് ചുറ്റും, മതിലിന് ചുറ്റും അവരെന്ത് ചെയ്തു? യോശുവയും കൂട്ടരും എന്ത് ചെയ്തു? ആർപ്പിട്ടു. അവർ നടക്കുകയാണ്. നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് നോക്കാം 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. അവർ മുട്ടുമടക്കി എന്ത് ചെയ്യുന്നറിയാമോ? കൈകൾ മലർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. വായിച്ചാട്ട്, വേഗത്തിൽ വായിച്ചാട്ട്. കൈ മലർത്തി. ഇനി അതിൻ്റെ താപ്പോട്ട് വായിത്താട്ട്. മുട്ടുകുത്തി എന്ത് ചെയ്തു? കൈ മലർത്തി. മക്കളെ ഇതെല്ലാം പഠിക്കണം. എങ്ങനെയാണ് മുട്ടുകുത്തി എന്ത് ചെയ്തു? കൈ മലർത്തി. നമ്മൾ പറയും ഈ കത്തോലിക്കരൊക്കെ അങ്ങനെ ചെയ്യുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഭയങ്കര അർത്ഥമുള്ള കാര്യങ്ങളാണ്. ഇന്ന് വന്ന് നമ്മുടെ ഇടയിൽ ഈ ഒരു ഭയമില്ലാത്ത രീതിയിലാണ് ഇരിക്കുമ്പോഴേ പിള്ളേരെല്ലാം കാല് നീട്ടിയിട്ടിരിക്കും. ക്ഷീണമുള്ളൊരു കാല് നീട്ടിക്കും, ഒരു കുഴപ്പമില്ല, അമ്മച്ചി കാല് നീട്ടി. പക്ഷേ ഞാൻ ചോദിക്കുന്ന, ഒരു കത്തോലിക്ക പള്ളി കാല് നീട്ടാൻ ഒക്കുമോ? കത്തോലിക്ക പള്ളി കാല് നീട്ടുമോ? ഇല്ല. അവരെന്തോ ചെയ്യും? മുട്ടുകുത്ത്. ഇനി നോക്കിയേ, ഏവങ്കല്യം വായിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? മുട്ടുകുത്തല്ല, എഴുന്നേറ്റ് നിന്ന് വായിക്കും. കാരണം ഏവങ്കല്യം വായിക്കുമ്പോൾ അവർ പുസ്തകം വായിച്ചപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? എഴുന്നേറ്റ്. നമുക്കറിയാം ഏവങ്കല്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ഒരു കാര്യം, എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി കൈകൾ എന്ത് ചെയ്തു? മലർത്തി. എല്ലാവരും പറഞ്ഞ് മുട്ടുകുത്തി കൈ മലർത്തി. ആരിലേക്ക് മലർത്തി? ദൈവത്തെങ്ങനെ? കൈയൊന്ന് മലർത്തി പിടിച്ച്, കൈയൊന്ന് മലർത്തി. ഇങ്ങനെ കൈ മലർത്തുന്നത് ഇങ്ങനെയല്ല, കൈ മലർത്തുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ വളരെ വെരി ഗുഡ്. മുട്ടുകുത്തി എന്ത് ചെയ്തു? ഈ മോളെ തൊടേന്നൊക്കെ കാലേന്നൊക്കെ എടുത്തിട്ട്, അതാണ് അതിന് ശരിയായ കാല വെച്ചോണ്ട് മുട്ടുകുത്തി എന്ത് ചെയ്തു? കൈ മലർത്തിപ്പിടിച്ചു. എന്തിനാണ് ഈ കൈ മലർത്തിപ്പിടി? നമ്മൾ ഈ കൈ മലർത്തി ചോദിക്കുന്നത് എന്താ? വല്ലതും എന്ത് ചെയ്യണേ? തരണേന്ന്. ഒരു കാര്യം ഓർത്തോണം, തമ്പുരാൻ്റെ മുമ്പിൽ കൈ മലർത്തിയ പിന്നെ ഒരുത്തൻ്റെ മുമ്പിൽ നീട്ടേണ്ട വരത്തില്ല. അതാണ് എന്ത് ചെയ്യുന്നത്? കൈ മലർത്തി പ്രാർത്ഥിക്കുന്നത്. വെറുതെ ഒന്നും അല്ല, കൈ മലർത്തി പ്രാർത്ഥിക്കണം. ഇതന്നെ ദൈവം പഠിപ്പിച്ചിട്ടൊരു കാര്യമാണ്. തമ്പുരാൻ്റെ മുമ്പിൽ കൈ മലർത്തിയ പിന്നെ ഉലകത്ത് ഒരുത്തൻ്റെ മുമ്പിലും കൈ നീട്ടേണ്ട വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തോ ചെയ്യരുത്, ആരുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? കൈ നീട്ടരുത്. പക്ഷേ അത് നീട്ടാതിരിക്കണമെങ്കിൽ ഇന്നേ ഒരു ശീലം ഇടണം. എന്ത് ശീലമാ? കൈ മലർത്തണം. മുട്ടുകുത്തി എന്ത് ചെയ്തു? കൈ മലർത്തി. ഇനി ഇതെല്ലാം നോക്കിക്കോ, ഞാൻ ഒന്ന് മാത്രം കാണുന്നില്ല. കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആരെങ്കിലും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു? ഇല്ല. പക്ഷെ നമ്മൾ പലരും ഇപ്പം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കിടന്നുകൊണ്ട്. കർത്താവേ ഞാനിതാ കിടക്കുന്നു. നമുക്കെല്ലാത്തിനും ന്യായമുണ്ട്. എങ്ങനെ പ്രാർത്ഥിച്ചു? നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? കൈ മലർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ആരുടെ മുമ്പിൽ?
എന്താ അതിൻ്റെ അർത്ഥം? മുട്ടുകുത്തി കൈ മലർത്തിയ ലോകത്തൊരിടത്തും നീ എന്ത് ചെയ്യത്തില്ല? മുട്ടുകുത്തത്തില്ല. കൈ മലർത്തിയ തമ്പുരാൻ്റെ മുമ്പിൽ കൈ മലർത്തിയ പിന്നെ ആരോടും ജീവകാലത്ത് എനിക്ക് 10 പൈസ തരണമെന്ന് എന്ത് ചെയ്യേണ്ട വരത്തില്ല, ചോദിക്കേണ്ട വരത്തില്ല. ദൈവത്തോട് മാത്രം ചോദിച്ചു വാങ്ങാൻ പഠിക്കണം. ഭയങ്കര കാര്യമാണ്. ചോദിച്ചു പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സമ്പത്തിൽ മയങ്ങരുത്, കർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടുക, ഒരു ദോഷവും വരത്തില്ല. ഞാനൊരു 1000 അനുഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നവനാ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് എന്ത് ചെയ്തു? നിലവിളിച്ചു അല്ലേ. ഞാൻ പ്രീ ഡിഗ്രി SLCക്ക് പഠിക്കുന്ന സമയത്ത് മക്കളെ ഞാൻ വളർന്നപ്പം പാസേജിലാണ് വന്നപ്പം നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ വലിയൊരു ഗതകാല പ്രതാപമുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. എന്നെ ആനയായിരുന്നു, കുയ്യാന. ഞങ്ങൾക്ക് ചോട്ടം ഉണ്ടായിരുന്നു. വലിയ നട്ടക്കുളമുണ്ടോ? ഇല്ല. അമ്മാവന് ആന ഉണ്ടായിരുന്നോണ്ട് പോട്ടെ, അനന്തരന് തഴമ്പുണ്ടാകത്തില്ല, ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് പ്രയോജനമുണ്ടോ? നമുക്ക് വലിയ കാര്യം. ഞാൻ ഒത്തിരി നല്ല പ്രശ്നത്തിൽ കൂടെ ഒക്കെ പോയ ഒരു സമയം, അന്നും ഇന്നും അല്ല. ഞാൻ അതായതിലും എപ്പോഴും ഇത് മനസ്സിലാക്കാന്ന്. അപ്പോൾ എന്നോടൊരു ആൻറ്റി ഒരിക്കൽ പറഞ്ഞു, എടാ ഗൾഫിലാണ് എനിക്ക് ശേഷം ഞാൻ 2007 ദുബൈ ചെല്ലുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് ദുബൈ ചെന്നു. സുവിശേഷ വേലയുടെ യാത്രകളുടെ സമയം, ധാരാളം നന്മകൾ ദൈവം ആ സമയങ്ങൾ കൈകളിൽ തന്നു. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എന്നെ കൂടെ പഠിച്ച ഒരു പയ്യൻ എന്നെ വിളിച്ചു. അവൻ സീനിയറാണ്. അവൻ റെഡിമെയ്ഡ് സ്ഥാപനം നടത്തുന്നു. അവൻ എന്നെ വിളിച്ച് ചോദിച്ചെടാ നീയാണോ? ഞാൻ പറഞ്ഞു ആരാണ്ട് വന്നിട്ട് പറഞ്ഞു കേട്ടു ഇങ്ങനൊരു പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് നീ ആരാ? ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാരാ. അപ്പോൾ അവനെ വിളിച്ചിട്ട് എനിക്കങ്ങോട്ട് എടാ ഞാൻ ചോദിച്ചോട്ടെ, നീ ആ ഒരു വണ്ണമുള്ള നല്ലൊരു ചിരിക്കുന്നൊരു പയ്യനാണ്. അപ്പം അന്ന് ഇന്നെല്ലാം നമ്മുടെ മുഖത്തൊരു ചിരിയാണ്. നീ ആ ചിരി ഞാൻ പറഞ്ഞാൽ എനിക്ക് പിടിയും നീ എൻ്റെ കടയിൽ നീ ഭാഷ എടാ ഞാനും രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് ഭയങ്കര ഒരു നേതാവാണ്. വരാമ്പോൾ ഞാൻ അവൻ്റെ കടയിൽ പോയി പ്രാർത്ഥിച്ചു. അവന് ഭയങ്കര സന്തോഷം. അപ്പോൾ ചേട്ടാ ഞാൻ അതുവഴിയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ചർച്ച അവിടെ ഒത്തിരി പേരൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും കൊടുക്കണ്ടേ. ഇവന് കുറേ ഷർട്ട് കുറേ പാൻറ്റ് ഒത്തിരി സാധനം കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുവൈറ്റിൽ പോവുക. എനിക്കിതും കൊണ്ടൊന്നും വരാൻ പോയി. അപ്പോൾ എനിക്ക് കിട്ടിയ ഇഷ്ടം പോലെ ഷർട്ട് ഉടും പാൻറ്റ് ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഞാനങ്ങ് പോവാം. അപ്പോൾ എൻ്റെ പിള്ളേരുണ്ട് പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ അങ്ങ് പൊക്കോ, ഞങ്ങളിത് കാർഗോയിൽ അയച്ചേക്കാം. അച്ഛൻ ഇങ്ങനെ അവിടുത്തെ വഴി ഇവിടെ വരുമ്പോഴത്തേന് ഈ സാധനം നാട്ടിൽ വരും. അപ്പോൾ ഇവരിരുന്ന് ഇങ്ങനെ അടുക്കി കാട്ടനകത്ത് അടുക്കി വെക്കുക. ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ കാഷ്വലായിട്ട് ഇരുന്നപ്പം തമ്പുരാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോനെ ആൻറ്റിയോട് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ എന്തോ ചെയ്യുകയല്ല, ഉലുത്തുമല്ല. തമ്പുരാൻ ഉലുത്തിപ്പം കണ്ടോ കാട്ടനകത്ത് കെട്ടി വിടുന്നത്. അപ്പോൾ ആരോട് ചോദിക്കരുത്, മനുഷ്യനോട് ചോദിക്കരുത്. ആരുടെ മുമ്പിൽ കൈ നീട്ടണം? ദൈവത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടണം. ഇപ്പോഴേ നീട്ടി പഠിക്കണം. ആരോട്? ദൈവത്തോട്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുമടക്കി എന്തോ ചെയ്തു? കൈ മലർത്തി ഞാൻ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് പോകും. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ കൂടെ വരുന്നത് കൊണ്ട് അനുഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കും. ഞാൻ എപ്പോഴും ഈ ശനിയാഴ്ചകളിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ ബക്കറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്തിനാ? മീൻ മേടിച്ചുകൊണ്ട് വരും. കിലോ കണക്കിന് സാധനം, എന്നാലേ തികയത്തുള്ളൂ. ഒത്തിരി പേര് ഞായറാഴ്ച കഴിക്കാൻ കാണും. അപ്പോൾ ഈ ബക്കറ്റിലൊക്കെ ആയിട്ട് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഈ പിന്നെ മീൻകാർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. നമ്മൾ ഉപദേശം ഇങ്ങോട്ട് വന്നാട്ടെ ബഹുമാനം കൂടിയിട്ടൊന്നും അല്ല. അവർക്കറിയാം നമ്മൾ എന്നാൽ എന്തോ നടക്കും, കച്ചവടം നടക്കും. ബക്കറ്റൊക്കെ കണക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് വീട്ടിൽ ഒത്തിരി പേര് വന്നിട്ട് പോകും, കൊടുക്കാനൊന്നും കാണത്തില്ല. അപ്പോൾ അമ്മ എന്തോ ചെയ്യുന്നറിയാമോ, ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവർക്കും ഒത്തിരി പേര് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് പോകും. ആ സമയത്ത് ഒരു ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു നീ ഇപ്പം ഇരിക്കേണ്ട. ഞാൻ ഓർത്ത് ഇല്ലാഞ്ഞിട്ടായിരിക്കും. എല്ലാവരും പോയിട്ടിരുന്നു. എന്നാ കാര്യം എന്നറിയാം, ഒന്നേ ഉള്ളൂ, ഒരു മത്തി മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാൻ തികയത്തില്ല. ഒരു മത്തി വാർത്തത്. അമ്മ ഓർത്ത് ഇത് ആർക്ക് കൊടുത്തേക്കാം? മോന് കൊടുത്തേ. ഏതാർക്കും എല്ലാവർക്കും. ഏതായാലും എല്ലാവരും പോയപ്പോൾ എൻ്റെ മുമ്പിലോട്ടിട്ടു. ഞാനിത് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങി. പോയ ഉദ്ദേശിയുടെ കുട മറന്നുപോയി. പുള്ളി കുടയെടുക്കാൻ വേണ്ടി തിരിച്ച് വന്നപ്പോൾ എങ്ങോട്ടാണ് നോക്കിയത്? ഈ മത്തിക്കകത്ത്. മമ്മി ഇത് കണ്ടു. അമ്മയ്ക്ക് അങ്ങ് ദണ്ണം കയറും, ആർക്ക് കൊടുക്കാനൊത്തില്ല. ഉദ്ദേശിക്ക് ഈ പുള്ളി അങ്ങോട്ട് പോവുക. എൻ്റെ അമ്മ വന്നിട്ട് എനിക്ക് 3-4 പിച്ച് തെണ്ടി ചെറുക്കുക, കഴിക്കണ്ടടാ ഒറ്റ കിട്ടി. അത് നമ്മളങ്ങനെ ആണല്ലോ, നമുക്ക് ദണ്ണം ഉണ്ടായി ആരെ പിച്ചും പിള്ളേരെ. ഞാൻ എന്തിനാണ് എന്നോട് ഇനി നീ കഴിക്കണ്ട, അന്ന് പ്ലേറ്റ് കൊടുത്തു. അന്ന് കഴിപ്പിച്ചില്ല. എന്നാന്നറിയാം, അമ്മയ്ക്ക് അങ്ങ് ദണ്ണമായിപ്പോയി. ആര് കണ്ടു? ഉപദേശം കണ്ടു. ഇന്ന് ഞാൻ ബക്കറ്റിനകത്ത് ആ മുഖത്തി മേടിക്കുന്നത്. അപ്പോഴൊക്കെ ഞാനൊരു മത്തിക്ക് ഇടി കിട്ടിയതാണ്. എന്ത് പിച്ചി, അത് നോ പിച്ചാന്നറിയോ, ഇതിനകത്ത് കയറിപ്പിച്ചു. ഈ അകത്തുടയ്ക്ക് ഇതിനകത്ത് എന്നോ നോവാന്നറിയോ എൻ്റെ പൊന്നെ, അത്രയും പിച്ച്. എന്തിനാണെന്നറിയാം? ഒരു മത്തി. അത് ഉദ്ദേശിച്ച് കണ്ടുപോയത്. എൻ്റെ പൊന്നെ ഇന്ന് സമർത്തിയ ഒരു കാര്യം ഓർത്തോണേ. എന്താ കാര്യം? തമ്പുരാൻ്റെ മുമ്പിൽ കൈ മലർത്തിയ ലോകത്താരുടെയും മുമ്പിൽ കൈ മലർത്തേണ്ട വരത്തില്ല. അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം മക്കളെ? ഇപ്പോഴേ ശീലിക്കേണ്ട ഒരു ശീലമുണ്ട്. എന്ത് ശീലം? സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് മടക്കണം? മുട്ടുകുത്തിയിട്ട് കൈ ഇങ്ങനെ മലർത്തി പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും, ജീവകാലത്ത് നിങ്ങളുടെ ആരുടെ മുമ്പിൽ കൈ മലർത്താൻ ഇടയാകാതെ
കർത്താവ് നിങ്ങളുടെ കൈകളിൽ സമർത്ഥമായി തരാൻ തുടങ്ങും. ഒന്ന് ശീലിക്കാവോ ഞാൻ ഇന്ന് പിള്ളേരുടെ ഉപവാസപ്രാർത്ഥന എനിക്കൊക്കെ സന്തോഷമാണ്. നിങ്ങളെല്ലാം കൂടെ ഒന്ന് പിള്ളേർ മാത്രം ഒന്ന് മുട്ട നിന്നേ, പിള്ളേർ മാത്രം ഒന്ന് മുട്ട നിന്നേ, മുട്ടയിലൊന്ന് പൊങ്ങി നിന്നേ, ഒന്നും പറ്റത്തില്ല. മുട്ടയിലൊന്ന് പൊങ്ങി നിന്നേ ഉണ്ട്. അങ്ങനെ മുട്ട നിൽക്കാമോ ഉണ്ട്. അങ്ങനെ തന്നെ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ മുറിക്കാത്ത പ്രാർത്ഥന ആ മുട്ടയിലൊന്ന് കിളന്ന് നിന്നേ. ഉണ്ട്. അങ്ങനെ എന്നാലും കിളന്ന് കിളന്ന് നിന്നോ, ഒരു കുഴപ്പമില്ല. കിളന്ന് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ആ കൈ ഒന്ന് മലർത്തി പിടിച്ച് തണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കാമോ? തെറ്റൊന്നും അല്ലെന്ന് ഒന്ന് ആരാണ്ട് പറഞ്ഞു ഇതിലൊന്നും കാര്യമില്ലെന്ന്. ഇതിലൊക്കെ കാര്യമുണ്ട്. കാരണം അല്ല വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതി വെക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഇനി ഒരുത്തൻ്റെ മുമ്പിലും നീ മുട്ടുകുത്തത്തില്ല. ഒരുത്തൻ്റെ മുമ്പിലും പോയിട്ട് ഒരു ജോലി തരാമോ എന്ന് ചോദിക്കേണ്ട വരത്തില്ല. നിന്നെ വിളിച്ച് ജോലി തരും. ഒരുത്തൻ്റെ മുമ്പിലും പോയിട്ട് എനിക്കൊരു അവസരം തരാമോ എന്ന് ചോദിക്കേണ്ട വരത്തില്ല. ദൈവം നിന്നെ വിളിച്ച് തരും. മക്കളെ ഇങ്ങനെ കൈ മലർത്തി പ്രാർത്ഥിച്ചാൽ ഉണ്ടല്ലോ, ഈ കൈ മലർത്തിയാൽ തമ്പുരാൻ അതിനകത്ത് 1000 പഠിപ്പിച്ച കുറേ കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞു മനസ്സിലേക്ക് ഞാൻ ഇട്ട് തരികയാണ്. 40 വർഷത്തെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെ പഠിച്ചൊരു യാഥാർത്ഥ്യം ഇങ്ങനെ കൈ മലർത്തി നിന്നാൽ ജീവകാലത്ത് ആരുടെയും മുമ്പിൽ പോയിട്ട് എനിക്ക് വല്ലതും തരാമോ എന്ന് ചോദിക്കാൻ ഇടവരാതെ ക്ഷാമകാലത്ത് നിങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? കൈകൾ ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്യണം? മലർത്തിപ്പിടിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം ദൈവസന്നിധി മലർത്തിയാൽ പിന്നെ ആരോടും എന്ത് ചെയ്യേണ്ട വരത്തില്ല, ചോദിക്കേണ്ടി വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ചോദിക്കേണ്ടി വരത്തില്ല. ഞാനത് പലപ്പോഴും ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ 2001 സുവിശേഷ ഫുൾ ടൈം ചർച്ചിലേക്ക് വരുന്നത്. അതിന് മുമ്പേ കുഞ്ഞിലെ തൊട്ട് നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ അന്നേരം എൻ്റെ അപ്പ ഗൾഫിൽ പോയി. ഞങ്ങളൊരു ഹോള് പണിയാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പയോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, എൻ്റെ കൂടെ 2-3 പേരുണ്ട്, നമ്മൾ കിട്ടുന്ന നന്മകളെല്ലാം കൊണ്ട് ഹോള് പണിയണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷേ എന്തോ ചെയ്യാൻ, ഞങ്ങളുടെ അമ്മച്ചിമാരെല്ലാം കൂടി തീരുമാനിച്ചു 1 മാസം കഴിയുമ്പോൾ അപ്പച്ചൻ തിരിച്ചു വരും, ഇവനെ പൈസ ഏൽപ്പിക്കേണ്ട, അപ്പച്ചൻ വന്നിട്ട് കൊടുത്താൽ മതി. ഇവരെല്ലാം കൂടെ പാത്തു വെച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയം, ഒരു ഉപവാസ പ്രാർത്ഥന, ഒത്തിരി ദൈവദാസന്മാർ വന്നു പോകുന്നു, കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു സമയം. ഒരു ദിവസം രാവിലെ ഡീസൽ അടിക്കാൻ വേണ്ടി ഞാൻ ചില്ലറ വരെ തൂത്ത് പറക്കി 100 രൂപ തികച്ച് കൊടുത്തു. പിന്നെ വീട്ടിൽ ഒരു പൈസയില്ല. പോയിട്ട് അതിങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു തറമക്കാരൻ കയറി വന്നു. കൊടുക്കാൻ 1 രൂപ ചില്ലറ എല്ലാം തൂത്ത് പറക്കി. നമുക്കെപ്പോഴും അറിയാം നമ്മുടെ വീടിൻ്റെ ചില്ലറ തൂത്ത് പറക്കിയാലും 100 രൂപ കിട്ടത്തില്ലേ. എല്ലാം കൂടെ അടിച്ച് പറക്കുക, തൂത്ത് കൊടുത്തു. അപ്പോൾ ഈ തറമക്കാരനോട് ഞാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി അവിടെ നിന്ന് എന്നെ വളർത്തിയൊരു ചേച്ചിയുണ്ട്, അവളോട് പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞേക്കാൻ. അവളിന്ന് പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്. അപ്പോൾ ഈ തറമക്കാരൻ മുറ്റത്ത് നിന്നാണ് പ്രാകാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? ഇരിക്കുന്നതിന് മുമ്പ് തുള്ളാൻ തുടങ്ങും. തറമക്കാരൻ വന്നാൽ എന്തോ ചെയ്യത്തില്ല, 5 പൈസ. എനിക്കങ്ങ് നാണക്കേട് വന്നേ. ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറിയിട്ട് തമ്പുരാനോട് പറയാൻ തുടങ്ങി, കേട്ടില്ല ഒരുത്തൻ എന്നെ ചീത്ത വിളിക്കുന്നത്, എന്നിട്ട് മേളിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, കേട്ടില്ലേ പറഞ്ഞു. എനിക്ക് ചീത്ത വിളിയൊന്നും ആക്കാക്കത്തില്ല, പിന്നെ കട്ടതയാ എന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പണ്ട് കിടന്നോളാം, എന്നെ ചീത്ത വിളി വെപ്പിക്കുന്നത്. ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ മുറ്റത്ത് നിന്നെടുത്ത് ചീത്ത വിളിക്കുന്നത് കേട്ട് ഇതൊക്കെ ഞാൻ ദൈവത്തോട് പറയും. നിങ്ങൾ പറയരുതേ, നല്ല ബുദ്ധിയുണ്ടല്ലേ പറയാം. ഞാനിങ്ങനെ ദൈവത്തോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന് ഞാനങ്ങ് കിടന്നു. ആ കിടപ്പ് ഞാനങ്ങ് ഒരു വിവേചതയിൽ പോയി. ആത്മവിവേചത നമ്മൾ കേട്ടിട്ടില്ലേ? തെള്ളിയിട്ടൊന്നുമല്ല, ആ മുറിയിൽ ആരുമില്ല. ഞാനങ്ങ് വിവേചതയിൽ പോയി. വിവേചതയിൽ ഞാനൊരു ദർശനം കാണുകയാണ്. എൻ്റെ അകത്തളങ്ങളിൽ കിടന്ന ബോധ മനസ്സെന്നൊക്കെ പറയത്തില്ലേ, അതിനകത്ത് കിടന്നൊരു ഓർമ്മയെ ഒരു സ്ക്രീനിൽ കാണിക്കുക. ഒരു നല്ല തുടുത്തൊരു കൊച്ച്, നല്ല വെളുത്ത് തുടുത്തൊരു ഗുണ്ട് പണി, അത് ഞാനാണ്. എനിക്ക് കൊച്ചിലെ നല്ല ഗുണ്ടായിരുന്നു. അപ്പോൾ നല്ല തുടുത്തൊരു ഗുണ്ട്, ആ ഗുണ്ടൊരു ബെന്യൻ നിക്കറൊക്കെ ഇട്ടിങ്ങനെ നടക്കുക. അപ്പോൾ ഒരപ്പച്ചൻ വീട്ടിൽ വന്ന് യോഗം കഴിഞ്ഞിട്ട് പോകാൻ. അപ്പോൾ യോഗം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഈ അപ്പച്ചൻ്റെ കൊടുക്കാനൊന്നുമില്ല. ഉടനെ എൻ്റെ അപ്പച്ചൻ മേശയുടെ കള്ളിയറ തുറന്നപ്പോൾ ഒരു കീറിയ 2 രൂപ നോട്ട് കണ്ടു. അപ്പോൾ അപ്പച്ചൻ എൻ്റെ തന്നിട്ട് പറഞ്ഞു മോൻ കൊണ്ട് ഈ ഉപദേശിയെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് ഈ ഉപദേശി അങ്ങ് പോയി. ഞാൻ ഈ പുറകെ കാശും കൊണ്ട് പോയി. എന്നിട്ട് ഈ ഉപദേശിയുടെ കൈ കൊണ്ടിട്ട് കൊടുത്തു, അപ്പച്ച ഇതെൻ്റെ പൈസയാണ്. ഞാനിത് കൊടുത്തപ്പോൾ ഈ അപ്പച്ചൻ ഇത് മേടിച്ചു. എന്നിട്ട് ഈ നോട്ടെ നോക്കി, എന്നിട്ട് എന്നെ നോക്കി. ഈ മനുഷ്യൻ നല്ല മനുഷ്യൻ, അയാളുടെ അകത്ത് എൻ്റെ സത്യസന്ധത മനസ്സിലായി. അയാൾ ആ നടറോടി നിന്നുകൊണ്ട് എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വലിയവായി കരഞ്ഞിട്ട് എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ടൊരു പ്രാർത്ഥന, തമ്പുരാനെ ഇവൻ്റെ കാലത്ത് ഈ ബുദ്ധിമുട്ടെല്ലാം മാറ്റണമേ. പ്രിയമുള്ളവരെ, എന്തുമാത്രം നന്മകൾ എൻ്റെ കൈകളിലൂടെ കർത്താവിൻ്റെ വിലയ്ക്കായി കയറി ഇറങ്ങിപ്പോകുന്നു. മെച്ചമൊന്നും ഇല്ലല്ലോ, എന്തുമാത്രം കയറി ഇറങ്ങിപ്പോകുന്നു. ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധി കൈ മലർത്തിയ പിന്നെ ഒരുത്തൻ്റെ മുമ്പിൽ കൈ മടക്കേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കിയ പിന്നെ ആരുടെ മുമ്പിലും അപ്പോൾ അവരെങ്ങനെ പ്രാർത്ഥിച്ചു? സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു?
മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി കൈകൾ ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്തു? മലർത്തി പ്രാർത്ഥിച്ചു. ഇനിയും എങ്ങനെ പ്രാർത്ഥിച്ചു? തീമോഥെയോസിന്റെ ലേഖനത്തിൽ കാണുന്നു, പുരുഷന്മാർ സകലയിടത്തും വാഗ്വാദവും കോപവും എല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വഴക്കും വാഗ്വാദവും ആത്മാവിനെ കെടുത്തുന്ന എല്ലാ വാക്കുകളും അവസാനിപ്പിച്ചിട്ട് നമ്മുടെ വീടിനകത്ത് പ്രാർത്ഥിക്കുമ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണം? കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വാഗ്വാദം വേണ്ട, വഴക്ക് വേണ്ട, ആരെയും കുറ്റവും പറയേണ്ട, എല്ലാം നിർത്തിയിട്ട് കരങ്ങൾ ഉയർത്തി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചു? നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? അവരിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? അവർ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ഏറെ ഇഷ്ടപ്പെട്ടത് അവരെങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? കൈകളെ മലർത്തി പ്രാർത്ഥിച്ചു. നമുക്കെല്ലാം ഒരു ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? മതിലില്ലാത്തൊരു ലോകമാണ്. മതിലില്ലാത്തൊരു ലോകം. ഈ മതിലില്ലാത്ത ലോകത്ത് ഇവരെ ഇറക്കി വിട്ടിരിക്കുകയല്ലേ. പക്ഷെ പിന്നിൽ കരയാനൊരു നെഹമ്യാവ് വേണം, കരയാനൊരു സഭ വേണം. എന്തിനാ? ദൈവമേ, ഈ കുഞ്ഞവിടെ പോയേക്കുക, ഇതിനിടയ്ക്കൊരു മതിൽ വേണേ. ലോകം ഇവനകത്തോട്ട് കയറരുത്, പ്രേമ ഇവനകത്ത് കയറരുത്, ഇവൻ്റെ അകത്ത് അശ്ലീലം കയറരുത്, ഇവൻ്റെ അകത്ത് നിരീശ്വരത്വം കയറരുത്, ഇവൻ്റെ അകത്ത് കർത്താവേ സെക്കുലറിസം കയറരുത്, ഇവൻ്റെ അകത്ത് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത അഹങ്കാരം കയറരുത്, ഇവൻ സഭയിൽ നിന്ന് അകത്ത് പോകരുത്. കർത്താവെ, മറ്റേ എപ്പോഴും സഭയിൽ നിൽക്കുന്ന കൊച്ചൻ ഇപ്പം യോഗത്തിന് പോകത്തില്ല, അവൻ 11 മണിയാകുമ്പം കുതി വരും, പിന്നെ 12 മണിയാകുമ്പോഴേ ഇറങ്ങിപ്പോവുകയാണ്. ഇത് കാണുമ്പോൾ എത്ര അമ്മമാർക്ക് വിഷമം. അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഒരു താല്പര്യവും ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് വിഷമമാണ്. പുറത്ത് എന്ന് പറയുന്ന പാട്ട് പാടുമ്പം കൈയടിക്കാൻ പറഞ്ഞ് കൈയടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവൻ്റെ ആ പുറത്തൊരു മതിൽ വേണം. ആ മതിലുണ്ടെങ്കിൽ ആ മതിൽക്കെട്ടിനകത്ത് ആരാധനയുണ്ട്, ആ മതിൽക്കെട്ടിനകത്ത് സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്. നമ്മൾ പലപ്പോഴും കൈയടിക്കാതിരിക്കുമ്പം ഞുള്ളുന്നില്ലേ, പിച്ചുന്നില്ലേ? ഒന്നും ചെയ്യണ്ട. അവൻ്റെയും ലോകത്തിൻ്റെ ഇടയ്ക്കും ഒരു മതിലുണ്ടായിട്ട് എനിക്കും അവനും ഇടയിൽ മതിലുണ്ടാകാതിരിക്കാനും പ്രാർത്ഥിച്ചാൽ മതി. ഇത് മനസ്സിലാകുന്നവർ ഇന്ന് പകലിൽ എത്ര പേര് കരയാൻ തയ്യാറാകും? ഈ കരയണമെങ്കിൽ ചങ്കിനകത്തൊരു വാള് വേണം. വാളുണ്ടെങ്കിൽ നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കും, തമ്പുരാനെ ഒരു വാളിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഒരു മാംസമായ ഹൃദയത്തിന് വേണ്ടി വാഗ്വാദങ്ങളും പ്രവചനം കെടുത്തിയില്ലേ? ആത്മാവിനെ തുച്ഛീകരിച്ചില്ലേ? അങ്ങ് കെടുത്തുകയല്ലായിരുന്നോ? കുറേ നാളായിട്ട് ഇരുന്നിട്ട് ആത്മലോകം ദൈവപ്രവൃത്തിയെ മുഴുവൻ വാക്കുകൊണ്ട് കെടുത്തി കളഞ്ഞില്ലേ? അതിനോടെല്ലാം ക്ഷമ ചോദിച്ചിട്ട് നമുക്കിന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നെഹമ്യാവിനെ പോലെ ദുഃഖിക്കാൻ, കരയാൻ ആൾക്കാരുണ്ടോ? എത്ര പേർ അല്പസമയം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുക. നടന്ന് പ്രാർത്ഥിക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, നിന്ന് പ്രാർത്ഥിക്കുക, കിടന്ന് പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക, കരങ്ങളെ മലർത്തി പ്രാർത്ഥിക്കുക. എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണമോ അങ്ങനെയെല്ലാം ദൈവ നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുക. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങനെ ആരും ഇരിക്കരുത്. ഒന്നിൽ നടന്ന്, അല്ലെങ്കിൽ ഇരുന്ന്, അല്ലെങ്കിൽ കൈകളെ മലർത്തി, അല്ലെങ്കിൽ കൈകളെ ഉയർത്തി. എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് നിയോഗമുണ്ടോ അങ്ങനെ പ്രാർത്ഥിച്ചോ. നടക്കണമെങ്കിൽ നടന്ന് പ്രാർത്ഥിക്കുക, ഇരിക്കണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ കൈകളെ മലർത്തി പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു നെഹമ്യാവിനെ പോലെ ഒരു മനസ്സ് തരണമേ. എൻ്റെ കർത്താവേ, ഇറാനിലൊക്കെ കൊല്ലപ്പെടുകയല്ലേ, ഞാനത് കണ്ടിട്ട് ഷെയർ ചെയ്ത് വിട്ടില്ലേ? എനിക്കൊന്ന് കരയാൻ പോലും തോന്നിയില്ലല്ലോ. എന്താ കാര്യം? എൻ്റെ ഉള്ളോ കല്ലിക്കുകയാണോ? ഇതെല്ലാം കണ്ടിട്ട് കല്ലിച്ചു പോവുകയാണോ? ഞാനും ഓർക്കുന്നു, പണ്ടൊക്കെ ഞാൻ ഓരോ വാർത്ത കേട്ടാലും കരയുമായിരുന്നു, ഓരോ വിശ്വാസിയുടെ പ്രശ്നം കേൾക്കുമ്പോഴും കരയായിരുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുന്നതല്ലാതെ എനിക്കും ഒന്ന് കരയാൻ നോക്കുന്നില്ല. എന്താ കാര്യം? എവിടെയൊക്കെ യാഥാർത്ഥ്യങ്ങളുടെ ഹൃദയം കല്ലിച്ചു തുടങ്ങി. കർത്താവെ വേണ്ട, ഞാൻ ഇന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നാ ഹൃദയം മാറുന്നു അന്ന് ഈ ശുശ്രൂഷ അങ്ങ് നിർത്താൻ കിടയാകണേ. കർത്താവെ, അന്ന് നീ എന്നെ അങ്ങ് എടുത്തോണേ. കല്ലായ ഹൃദയം എനിക്ക് വേണ്ട, മാംസമായൊരു ഹൃദയം, ഒരു വാളുള്ള ഹൃദയം. ദൈവസന്ധി പ്രാർത്ഥിക്കുക. മുട്ട നിൽക്കാവുന്നവരൊക്കെ ഒന്ന് മുട്ട നിന്നേ, അല്പസമയം മുട്ട നിൽക്കും, ഒരു ദോഷവും പറ്റത്തില്ല. അതിനെ തുറന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. അതിലില്ലാത്ത ലോകത്തും അതിലുമാണ് ശത്രു തന്നെയുടെ തീയമ്പുകളെ തകർക്കുവാൻ തുടക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗമാകണം. രഗജം രഗജം രഗലം ശകനം രഗജം രിഗനം ദിഗനം രഗജം രഗനം ശകനേ രഗജം അംഗം ധാരം ധേരം ധേരം ധീരവരന്ധം രൗഢം ഭാരം ശൈഡാരഗജം രഗജം രാജം അബ്ദുരഭവിഷം രബലം തിരകം രഗജം രഗനം ധേരം ധേരം ഊഢധാരകരം തല ഭൗഷണ ബന്ധുര വൈഡപരം തല ഭത്തര ഭക്ഷണ വൈഡപരം തല
അടകം തരകം തരകല പടകം പരകല പാരം താരകജം രകജം താരം നേരപരം തം ഔടപരക്ഷം വൈടപരാജം തരപക്ഷം വൈടകരാജം ശ്രീകലബന്ധം അവിടം. ഞാൻ ബുദ്ധി പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവി പ്രാർത്ഥിക്കും. രകജം രകജം നികലം രകജം രകലം രകജം. പൊളിയുന്ന മതിലുകളെല്ലാം പണിയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിന് ഇടയിൽ ഒരു മതിൽ വേണേ കർത്താവേ. പാപം കടക്കാതെ, ഭാഷം കടക്കാതെ, ലോകം കടക്കാതെ, ഭൗതികത കടക്കാതെ, അംദൽക്കാര നേരവരം താർ ഈ ബലഭക്ഷണ വൈടപരം താരമ്പലഭത്തരം ഔടപരം താ അർക്കലഭത്തുരം അക്ഷല വൈടപരം തലഭത്തര വൈടപരം താ അബ്ദാരകജം രകജം രകജം രകലം ദിഗനം രകജം രകനം ശകനം രകജം അംദലമൗഢം രവലം താരം ഭാരം ഭാരം ധേരം ധേരം രകജം രകജം രകനം രകജം. അഭിഷേകം പ്രാപിച്ചവരല്ല അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടം, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാണ്, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ട്. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ. കുഞ്ഞുങ്ങളെല്ലാവരും ആദരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുപ്പച്ചാന്ന് വിളിച്ചാട്ട്. കല്ലേറ് ദൂരത്ത് അവൻ ഇറങ്ങി വരും. കല്ലേറ് ദൂരത്ത് കുഞ്ഞെ നീ യേശുപ്പച്ചാന്ന് വിളിക്കുമ്പോൾ നിന്റെ ദൂരത്തിലേക്ക് അവൻ വരികയാ. നിന്റെ ദൂരത്തിൽ അവനുണ്ട്, നിന്റെ ദൂരത്തിൽ അങ്ങുണ്ട്, നിന്റെ ദൂരത്തിൽ കർത്താവുണ്ട്, നിന്റെ ദൂരത്തിൽ കർത്താവുണ്ട്. ശിശുക്കളെ അടുക്കൽ വിളിച്ച കർത്താവേ, അവരുടെ ദൂരത്ത് യേശുണ്ട്. ഏവല ഭക്ഷല വൈഡപര അന്തല മൗഡല കമ്പല പത്തുര വൈഡപര അന്തല റീപന പന്തല രകജകരമ്പല അർക്കന താരകരന്തല രേജലരന്തല മൗഡല കമ്പല ഭക്ഷണ വൈഡക റീപർക്കരമം തിരകം തരകം തരകല ഘടകം തരകം താരം വൈഡം ഭാരം ധേരം 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 ഭാരം ധാര ശബ്ദ രഗജം രഗജം രഗനം ശകനം രിഗജം